Anywhere you go, anywhere you go, give it all. సంఖ్యదయలు తంకున పోతుంది ధర్మను పగులుగా സ്വാമി കുളിക ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത് 2025 ഇറങ്ങിയ ഒരു ഇന്ത്യൻ ഡിവോഷണൽ ആക്ഷൻ ഫാൻറ്റസി ത്രില്ലർ ചിത്രമാണ് കാന്താര ദി ലെജൻഡ് ചാപ്റ്റർ 1. എന്നും പ്രേതത്തെ കൊണ്ടുവന്ന് ഭയപ്പെടുത്തുന്ന ഞാൻ ഇന്ന് ദൈവത്തെയാണ്. എല്ലാവരും ഭക്തിപൂർവം ഈ ചിത്രം കാണുക. എൻ്റെ കാലാപുരി മുത്തപ്പ. ഇത് വലിയ ഒരു കഥ ആയതിനാൽ ഓൺലൈനർ പറഞ്ഞ് സമയം കളയുന്നില്ല. അതിനു മാത്രം എന്ത് കഥയാ ഇതിലുള്ളത് എന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറിമുറിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാണുന്നത് ആദ്യം ഇറങ്ങിയ കാന്താര മൂവിയിൽ ശിവയുടെ അച്ഛൻ അപ്രത്യക്ഷമായ ഒരിടമുണ്ടല്ലോ, കാടിനകത്തെ ഒരു പ്രത്യേക സ്ഥലം. കുട്ടിയായിരുന്ന ശിവ അങ്ങോട്ടേക്ക് അച്ഛൻ അപ്രത്യക്ഷമാവുമ്പോൾ ഓടിയെത്തിയിരുന്നു. അങ്ങനെ അതിനുശേഷം അതൊക്കെ ആലോചിച്ച് പിന്നീട് ശിവ അതേ സ്ഥലത്ത് നിന്നിട്ട് അവിടെ വന്ന ഒരു നാട്ടുകാരനോട് അച്ഛൻ എങ്ങോട്ടേക്കായിരിക്കും മറഞ്ഞു പോയത് എന്ന് ശിവ ചോദിച്ചപ്പോൾ അദ്ദേഹം ആ സ്ഥലത്തെ പറ്റിയുള്ള ചരിത്രം കഥ പറയാൻ തുടങ്ങി. ഇവിടുന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്നത് ഇവിടെയാണ്. വർഷങ്ങൾക്ക് മുൻപ് ദൈവഗണങ്ങൾ കുടിയിരുന്ന സ്ഥലമാണിത്. ഗണങ്ങൾ എന്ന് വെച്ചാൽ എന്താ എന്ന് ശിവ ചോദിക്കുമ്പോൾ നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങൾ ഭൂമിയിൽ അവതരിച്ച ഓരോ രൂപങ്ങളെയാണ് ദൈവഗണങ്ങൾ എന്ന് പറയുന്നത്. എപ്പോഴൊക്കെ മനുഷ്യർ തെറ്റ് ചെയ്യുന്നുവോ അപ്പോഴൊക്കെ ദൈവം തൻ്റെ ഗണങ്ങളെ ഭൂമിയിലേക്ക് അയക്കും. അങ്ങനെ വന്നവരിൽ ഒരു ശക്തിയാണ് പന്നിയുടെ രൂപത്തിലുള്ള പഞ്ചുരുളി ദൈവഗണം. അതിന് പിന്നാലെ തെറ്റ് ചെയ്യുന്നവരെ നിഗ്രഹിക്കുവാൻ മറ്റൊരു ശക്തി കൂടി അവതരിച്ചു, ഉഗ്രരൂപിയായ ഗുളികൻ. ദൈവഗണങ്ങൾ എല്ലാം അവതരിച്ച ഈ സ്ഥലത്തിൻ്റെ പേരാണ് കാന്താര. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് മുൻപ് കദംബർ എന്ന വർഗ്ഗക്കാർ ഭരിച്ചിരുന്ന കാലം. അവിടെ കദംബരുടെ സഹായത്തോടെ പശ്ചിമ ദിക്കിൽ നിന്നും മറ്റൊരാൾ കൂടി കാലുകുത്തി, വിജയേന്ദ്ര തൻ്റെ വാളുകൊണ്ട് അവിടുത്തെ പോരാളികളെ ഒക്കെ വധിച്ച് അധികാരത്തിലേറി. ബാങ്ക്ര നാട്ടുരാജ്യത്തിൻ്റെ അധിപനായി മാറിയ വിജയേന്ദ്ര മനുഷ്യരൂപമുള്ള ഒരു രാക്ഷസൻ തന്നെയായിരുന്നു. ആ കാലത്ത് നമ്മുടെ പൂർവികർ താമസിച്ചിരുന്നപ്പോൾ അവിടെ ബൈരി എന്നൊരു പെൺകുട്ടിക്ക് പുഴയിൽ നിന്ന് ഒരു കല്ല് കിട്ടി. ത്രിശൂലമുള്ള കല്ല്, ദൈവം കുടിയിരിക്കുന്ന കല്ലായിരിക്കും അത് എന്ന് പറഞ്ഞ് അതവർ അവിടെ പ്രതിഷ്ഠിച്ചു. പക്ഷെ തൊട്ടുപുറകെ അങ്ങോട്ടേക്ക് എത്തിയ ബാങ്ക്രയുടെ രാജാവായ വിജയേന്ദ്ര അവിടെയുള്ളവരെ മുഴുവൻ കീഴ്പ്പെടുത്തുകയും ബന്ദികളാക്കി അടിമപ്പണി ചെയ്യിപ്പിക്കുവാൻ ബാങ്ക്രയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അതൊക്കെ മായാരൂപൻ കാണുന്നുണ്ടായിരുന്നു. അടിമപ്പണി എടുക്കുന്നതിനിടയിൽ ജപ്പണ്ണ എന്നൊരുത്തൻ്റെ കാലിൽ ഒരു കല്ല് വീണ് പിടയുമ്പോൾ അവനെ രക്ഷിക്കും എന്ന് നോക്കിയാൽ തെറ്റി. അവൻ്റെ കാൽവിരൽ മുറിച്ചു മാറ്റാൻ രാജാവ് പറയുകയാണ്. ശേഷം ജപ്പണ്ണൻ ആരും കാണാതെ ബാങ്ക്രയിൽ നിന്നും രക്ഷപ്പെട്ട് കാന്താരയിലേക്ക് തിരിച്ചെത്തി. ഒരിക്കൽ വിജയേന്ദ്ര രാജാവും മകൻ രാജശേഖരനും കുളിക്കുമ്പോൾ അവിടെ ഒരു വശത്തിരുന്ന് മായാരൂപൻ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. മായാരൂപനെ പിടിച്ചു കൊല്ലാൻ രാജാവ് ഉത്തരവിട്ടു. പക്ഷെ അപ്പോഴാണ് മായാരൂപൻ്റെ പൊതിയിൽ നിന്നും വീണ സുഗന്ധവ്യഞ്ജനങ്ങൾ, കുരുമുളകും ഏലക്കയും ഒക്കെ വിജയേന്ദ്രൻ കാണുന്നത്. അതിൻ്റെ മൂല്യം വിജയേന്ദ്രന് അറിയാമായിരുന്നു. എവിടെ നിന്നാണ് ഇത് കിട്ടിയത് എന്ന് മായാരൂപനോട് വിജയേന്ദ്രൻ ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ പൂന്തോട്ടത്തിൽ നിന്നാണ്, കാന്താരയിൽ നിന്നാണ് എന്ന് മായാരൂപൻ പറഞ്ഞതും പിന്നെ ഒന്നും നോക്കിയില്ല. മായാരൂപനെ വഴി കാണിക്കാൻ മുന്നിൽ നിർത്തി സുഗന്ധവ്യഞ്ജനങ്ങളുള്ള ആ ഇടത്തേക്ക് കാന്താരയിലേക്ക് രാജാവ് യാത്ര തുടങ്ങി. കാന്താരയെ കീഴ്പ്പെടുത്തണം എന്നതായിരുന്നു വിജയേന്ദ്രൻ്റെ ലക്ഷ്യം. പക്ഷെ മന്ത്രവാദിയായ
മായാരൂപന്റെ മായക്കാഴ്ചയിൽ വിജയേന്ദ്ര രാജാവ് പെട്ടുപോയി. ഒടുവിൽ മായാരൂപന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട് കാന്താരയുടെ കാടിന്റെ ഒരു പ്രധാന ഭാഗത്തേക്ക് രാജാവും സംഘവും എത്തിച്ചേർന്നു. എന്നിട്ട് രാജാവ് അവിടുത്തെ ഒരു മരത്തിന് തീ കൊളുത്തി. ആ വെളിച്ചത്തിൽ അവിടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ കണ്ട് രാജാവിന് ഒരുപാട് സന്തോഷമാവുകയാണ്. പെട്ടെന്നായിരുന്നു അവിടെ അത്ഭുത ശക്തികൾ വരാൻ തുടങ്ങിയത്. ദൈവഗണങ്ങളുടെ ശക്തി. പഞ്ചുരുളിയുടെ രൂപം പ്രത്യക്ഷപ്പെട്ട് രാജാവിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഭടന്മാരെയെല്ലാം കത്തിയമ്മ മരച്ചില്ലകൾ വീഴ്ത്തി കൊല്ലുമ്പോൾ കൂടെ കാട്ടിൽ കാട്ടുപോത്തൊക്കെ വിരളി പിടിച്ച പോലെ ഓടി വന്ന് ബാക്കിയുള്ള ഭടന്മാരെ ഒക്കെ ഇടിച്ച് കൊലപ്പെടുത്തി കൊണ്ടുപോയി. ബാക്കിയുള്ളത് രാജാവും മകനും മാത്രമാണ്. പെട്ടെന്ന് മകന്റെ അടുത്തേക്ക് തീ ജ്വാല വന്ന് വീണ് അവന്റെ നെറ്റിയിൽ പൊള്ളലേറ്റ് പിടയുമ്പോൾ, മോനെ നീ ഇവിടെ നിൽക്ക്, ഞാൻ എന്താണെന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് വാളും പിടിച്ച് വിജയേന്ദ്ര മുന്നോട്ടേക്ക് ചെന്നു. എന്നാൽ ദൈവഗണങ്ങൾ ഗുളികനും പഞ്ചുരുളിയും കൂടിച്ചേർന്ന് വിജയേന്ദ്രനെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഭയപ്പെടുത്തുന്ന ആ കാഴ്ച കുട്ടിയായിരുന്ന രാജശേഖരൻ കണ്ടു നിന്നു. തൻ്റെ അച്ഛനെ ഗുളികൻ കൊന്ന് അവിടുത്തെ കിണറിനുള്ളിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്നത് അവൻ നേരിട്ട് കണ്ടു. ആ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് കാന്താരയിലെ ജനങ്ങൾ ഓടിക്കൂടി. അന്നേരം മായാരൂപൻ പ്രത്യക്ഷപ്പെട്ട്, നോക്ക് എല്ലാവരും നോക്ക്, അത് ബാങ്ക്രയിലെ രാജാവാണ് എന്ന് പറഞ്ഞ് അപ്രത്യക്ഷമാവുകയാണ്. എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കിയെങ്കിലും മായാരൂപനെ കണ്ടില്ല. മായാരൂപനെ ഒരു ദൈവഗണമായിട്ടാണ് എല്ലാവരും കാണുന്നത്. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ജപ്പണ്ണയുടെ ദേഹത്തേക്ക് പഞ്ചുരുളി പ്രവേശിച്ചു. എന്നിട്ട് പറയുന്നു, ആരെങ്കിലും ദുഷ്ടചിന്തയോടെ വിശുദ്ധമായ കല്ലുള്ള ആരാധനമൂർത്തികളുള്ള ആ ഭാഗത്തേക്ക് പ്രവേശിച്ചാൽ അവർ കൊല്ലപ്പെടും എന്ന് പഞ്ചുരുളി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കെ അതെല്ലാം അവിടെ ഉണ്ടായിരുന്ന കുട്ടിയായിരുന്ന രാജശേഖരൻ കണ്ടിരുന്നു. രാജശേഖരൻ പേടിച്ച് ഓടി ഒരു പുഴയരികിൽ മയങ്ങി വീണു. മയങ്ങി വീണ രാജശേഖരനെ കാന്താരയിലുള്ളവർക്ക് കിട്ടുന്നു. അവർ ദുർമന്ത്രവാദം കൂടോത്രം ഒക്കെ നടത്തി ശക്തി കിട്ടാൻ ശ്രമിക്കുന്നവരായിരുന്നു. കാന്താരയിൽ രാജശേഖരൻ കണ്ട ദൈവിക ശക്തികളെ പറ്റിയുള്ള കാര്യങ്ങൾ അവൻ മന്ത്രവാദികൾക്ക് പറഞ്ഞുകൊടുത്തു. ആ ശക്തികളെ സ്വന്തമാക്കുവാൻ അവർ ആഗ്രഹിച്ചു. കാന്താരയിലെ മന്ത്രവാദികൾ രാജശേഖരനെ കൊട്ടാരത്തിലേക്ക് തിരികെ എത്തിച്ചപ്പോൾ അവർക്ക് തക്ക പ്രതിഫലം കൊടുത്തു. അങ്ങനെ കാന്താരയിലുള്ള മന്ത്രവാദികളും രാജശേഖരനും ഒന്നിക്കുകയാണ്. കാലങ്ങൾ കടന്നു പോകവേ രാജശേഖരൻ രാജാവായി. എന്നാൽ കാന്താരയോടുള്ള രാജശേഖരന്റെ പേടി മാറിയതേയില്ല. കാന്താരയിൽ ജനങ്ങൾ എല്ലാം വളരെ സന്തോഷത്തിലാണ്. അതേപോലെ രാജാവിനെ ഒരു കുഴിയിലേക്ക് ഗുളികൻ കൊണ്ടുപോയിരുന്നില്ലേ, ആ കിണറിൽ ദേ ഒരു കുട്ടി, അതിന് കാവലായി ഒരു പുലി ദൈവം ഉണ്ട്. ആ കുട്ടിയെ കണ്ടത് ബൈദിയായിരുന്നു. എന്നാൽ പുലി ദൈവത്തെ നോക്കുമ്പോൾ കണ്ടില്ല. അങ്ങനെ ആ ആൺകുട്ടിയെ എടുത്ത് ബർമി എന്നൊരു പേര് വെച്ച് ബൈദി വളർത്താൻ തുടങ്ങി. ഇതേ സമയം മറ്റേ വശത്ത് ബാങ്ക്രയിൽ ആണെങ്കിൽ രാജശേഖരന് അടുത്ത കുട്ടി കൂടി ജനിച്ചു, ഒരു പെൺകുഞ്ഞ്. രാജശേഖരന് അതിനു മുൻപേ മറ്റൊരു മകൻ ജനിച്ചിരുന്നു. കുലശേഖരൻ എന്നാണ് അവന്റെ പേര്. ജനിച്ച ഇളയ കുട്ടിക്ക് കനകാവതി എന്ന് രാജശേഖരൻ പേരിട്ടു. പക്ഷേ കനകാവതിയുടെ കൈകാലുകൾ ചലനം ഉണ്ടായിരുന്നില്ല, ചെവി കേൾക്കില്ലായിരുന്നു. മരിക്കാനായ അവസ്ഥയിലായ കനകവതിയെ കാന്താരയിലെ മന്ത്രവാദികളായ നിവാസികളുടെ സഹായത്തോടെ ദുർമന്ത്രവാദത്തിന്റെ സഹായത്തോടെ പുനർജീവിപ്പിച്ചു. രാജശേഖരൻ മന്ത്രവാദികളോട് അതിന് നന്ദി അറിയിച്ചു. ഇപ്പോൾ ഒരൽപ്പം വളർന്ന ബർമിയെ കാണാം. അവൻ മായാരൂപനോട് സംസാരിക്കുകയാണ്. ഇവിടേക്ക് എങ്ങനെയാ ഈശ്വരന്റെ പൂന്തോട്ടം എന്ന് പേര് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, നമ്മളെ സൃഷ്ടിച്ച ഉടയോൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ തപസ്സിരിക്കാൻ വരാറുണ്ടായി. ആരുടെയും ശല്യമില്ലാതെ ശിവഭഗവാന് തപസ്സിരിക്കാൻ പാർവതി ദേവി നിർമ്മിച്ച സ്ഥലമാണ് ഇത് എന്നൊക്കെ ചരിത്രം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ രണ്ടുപേര് സംസാരിക്കുന്നത് മറ്റൊരു വശത്തു നിന്ന് അമ്മ കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവനെന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് എന്നൊരു ചോദ്യം. നോക്കിയാൽ മായാരൂപനെ ബർമിയുടെ കണ്ണിന് മാത്രമാണ് കാണുന്നത്, മറ്റാർക്കും കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ രാജശേഖരനെ കാണാം. തൻ്റെ 2 മക്കളോടായി, നിങ്ങൾ ഒരു കാരണത്താലും കാന്താരയിലേക്ക് പോകാൻ പാടില്ല, എന്തെന്നാൽ അവിടെ ഒരു ബ്രഹ്മരക്ഷസുണ്ട് എന്നൊക്കെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ നാടുകൾ കടന്നു പോകവേ കാന്താരയിലുള്ള മക്കൾ അവിടെയുള്ള കൃഷി ചെയ്ത് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്നു. അവർ അധ്വാനിച്ചുണ്ടാക്കുന്നതിൽ ഒരു പങ്ക് കാട്ടിലെ ദൈവത്തിനും മറ്റൊരു പങ്ക് അവർക്കും, മൂന്നാമതൊരു പങ്ക് ഒരു വശത്ത് ബ്രഹ്മരക്ഷസിനായി മാറ്റിവെക്കുകയാണ്. എന്തെന്നാൽ ബ്രഹ്മരക്ഷസിന്റെ വിഷപ്പടക്കിയാലേ അവൻ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നിൽക്കൂ എന്നൊരു വിശ്വാസം അവർക്കിടയിലുണ്ട്. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കടന്നു പോകവേ രാജശേഖരന്റെ മകൻ കുലശേഖരൻ വളർന്നു വലുതായി. അതിനാൽ അവന് അടുത്ത രാജാവായി പട്ടാഭിഷേകം നടത്തുകയാണ്. അച്ഛനെ പോലെ നല്ലവനാണ് എന്ന് കരുതിയാൽ തെറ്റി. ഗുരു അവന് പൊട്ടുവെക്കാൻ വേണ്ടി വരുമ്പോൾ ഗുരുവിന്റെ കയ്യിൽ പിടിച്ച്, ഏയ് ഗുരുവേ, എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഒന്നും വേണ്ട, നിങ്ങൾക്കാണ് എൻ്റെ അനുഗ്രഹം വേണ്ടത് എന്ന് പറഞ്ഞ് ആ പൊട്ട് ഗുരുവിന്റെ നെറ്റിയിൽ തിരിച്ചു വെക്കുകയാണ്.
കാന്താരയിലെ മന്ത്രവാദികളായ ഗ്രാമവാസികൾ അവനൊരു വാള് സമ്മാനമായി കൊടുത്തിട്ടുണ്ട്. ആ വാള് ഉപയോഗിച്ച് അവിടെ ചിരിച്ചുകൊണ്ട് കോമാളിത്തരം കളിക്കുമ്പോൾ ഇവനൊരു രാജാവായി നിന്നാൽ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നോർത്ത് കുലശേഖരന്റെ അച്ഛൻ രാജശേഖരൻ ചിന്താക്കുഴപ്പത്തിലാവുകയാണ്. ഒരു വശത്ത് കുലശേഖരനും അവന്റെ ഫ്രണ്ടും ഇരുന്ന് സംസാരിക്കുന്നത് കാണാം. കുലശേഖരൻ രാജാവായതിനാൽ അവന്റെ ഒരു ഫ്രണ്ടുണ്ട് അവനെ മന്ത്രി വരെയാക്കി. എടാ കുലശേഖര, നീ രാജാവായി മാറിയില്ലേ, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ്, ആൾക്കാർക്ക് കാണിച്ചു കൊടുക്ക് എന്നവൻ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ, എടാ എൻ്റെ അച്ഛൻ്റെ കാലത്ത് തന്നെ ഈ യുദ്ധം കാര്യങ്ങളൊക്കെ തീർന്നതാണ്, പിന്നെ ഞാൻ ആരുമായിട്ടാ യുദ്ധം ചെയ്യേണ്ടത് എന്ന് കുലശേഖരൻ തിരിച്ചും ചോദിക്കുമ്പോൾ, അതും ശരിയാണ്, എന്നാ ഒരു കാര്യം ചെയ്യ്, കാട്ടിലേക്ക് വേട്ടയ്ക്ക് പോയാലോ. പിന്നെ ഒന്നും നോക്കിയില്ല കുലശേഖരൻ കുറച്ച് ഭടന്മാരെയും കൂട്ടി ഫ്രണ്ടുകാരനെയും കൂട്ടി മദ്യപിച്ച് കിളി പോയ പോലെ കാന്താരയിലേക്ക് വേട്ടയ്ക്കായി പോവുകയാണ്. രാജശേഖരൻ വരെ പേടിച്ച് വിറക്കുന്ന കാന്താരയിലെ ആ കാട്ടിലേക്ക് രാജശേഖരൻ്റെ മകനായ കുലശേഖരൻ വേട്ടയ്ക്കായി പോവുകയാണ്. അന്നേരം മരത്തിൽ ഒരു കുരങ്ങച്ചനെ കാണുകയും ഫ്രണ്ടുകാരൻ അമ്പെടുത്ത് എയ്ത് നിലത്തേക്ക് വീഴ്ത്തുകയാണ്. അത് കണ്ട് കുലശേഖരൻ, എടാ നിനക്ക് ഇത്രയും വലിയ കഴിവൊക്കെ ഉണ്ടായിരുന്നോ, നീ ഭയങ്കര സംഭവമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭടന്മാരോട് ആ കുരങ്ങിനെ തൂക്കിക്കൊണ്ടുവാടാ എന്ന് പറഞ്ഞു വിടുകയും, എന്നാൽ ഭടന്മാർ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആ കുരങ്ങച്ചനെ കാണാനില്ല. എടോ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവൂ, ഒന്ന് തപ്പി നോക്ക് എന്ന് കുലശേഖരൻ പറയുമ്പോൾ ആ ഭടന്മാരുടെ കൂട്ടത്തിലെ ഒരു കോമഡി പീസ് ചിന്നയ്യ അവൻ പറയുന്നു, നിങ്ങൾക്കറിയോ ഇവിടെ ബ്രഹ്മരക്ഷസ് ഉണ്ട്, ഞാൻ നിങ്ങളോട് അന്നേ പറയുന്നതല്ലേ, ആ ബ്രഹ്മരക്ഷസ് ആയിരിക്കും ഇപ്പോൾ കുരങ്ങിനെ എടുത്തോണ്ട് പോയത്, നമുക്ക് തിരിച്ചു പോകാം എന്ന് പറയുമ്പോൾ എല്ലാ ഭടന്മാരും ശരി പോകാം എന്ന് പറഞ്ഞ് പുറകോട്ട് പോകുമ്പോൾ കുലശേഖരൻ ആണെങ്കിൽ, നിങ്ങളോട് പുറകോട്ട് വരാനല്ല പറഞ്ഞത്, മുൻപോട്ട് പോകാനാ, മുന്നോട്ട് പോയിക്കോ എന്ന് പറയുകയും അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് യാത്ര തിരിക്കുകയാണ്. ചിന്നയ്യ ആണെങ്കിൽ ആകെ എന്ത് ചെയ്യണം എന്നറിയാതെ മുന്നോട്ട് പോയാൽ ബ്രഹ്മരക്ഷസ് കൊല്ലും, ബാക്കിലോട്ട് പോയാൽ കുലശേഖരൻ കൊല്ലും, എന്തായാലും മരണം ഉറപ്പായി എന്ന ഭാവത്തിൽ രാജാവിൻ്റെ കൂടെ തന്നെ മുന്നോട്ട് പോവുകയാണ്. അന്നേരം അവിടെ ഒരു മാൻ നിൽക്കുന്നത് കണ്ട് കുലശേഖരൻ അമ്പെടുത്ത് ഒരൊറ്റ വിടൽ, അമ്പേറ്റ മാൻ അവിടെ മരിച്ചു വീഴുകയാണ്. എടുത്തോണ്ട് വാടാ എന്ന് പറഞ്ഞ് ഭടന്മാരെ വിട്ടെങ്കിലും ഭടന്മാർ അവിടെ എത്തി എടുക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അതിനെ എന്തോ ഒന്ന് വലിച്ചോണ്ട് പോവുകയാണ്. ആ കാഴ്ച കണ്ട ഭടന്മാർ എല്ലാം പേടിച്ച് മൂത്രമൊഴിക്കാനായി നിൽക്കുമ്പോൾ കുലശേഖരൻ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവാതെ നിൽക്കുമ്പോൾ ഭടന്മാരിൽ ഒരുത്തൻ എന്ത് വന്നാലും നമ്മൾ നേരിടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് അവനെ എന്തോ ഒന്ന് വലിച്ചോണ്ട് പോവുകയും ചെയ്തു. ബാക്കിയുള്ളവർ പേടിച്ച് ഓടാൻ നോക്കുമ്പോൾ ഒരുത്തന്റെ ദേഹത്തേക്ക് ഒരു കുന്തം വന്ന് പതിക്കുകയാണ്. അത് കണ്ടതോടെ എല്ലാവരുടെയും ഉള്ളിൽ ഭയം കൂടി വന്ന് തലങ്ങും വിലങ്ങും ചാടി ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഓരോരുത്തരെയും ഓരോ രീതിയിലും ആക്രമിക്കാൻ തുടങ്ങി. അന്നേരം പെട്ടെന്ന് ഒരു പന്ത് പോലെ ഉരുണ്ട് വന്ന് അവരുടെ മുന്നിൽ നിന്നപ്പോൾ എല്ലാവരും ഇത് എന്ത് ഉണ്ടയാ എന്ന് കൗതുകത്തോടെ നോക്കി നിൽക്കെ ആ ഉരുണ്ടു വന്നത് കാന്താരയുടെ കാട്ടുമക്കളായിരുന്നു. അവർ പെട്ടെന്ന് ഓരോരുത്തരെയും ഭടന്മാരെ അറഞ്ചം പുറഞ്ചം വെട്ടി കൊലപ്പെടുത്താൻ തുടങ്ങി. കാന്താരയുടെ മക്കൾക്കും ഭടന്മാർക്കും ഇടയിൽ ഒരു വലിയ ഫൈറ്റ് തന്നെ നടക്കുന്നു. ആ യുദ്ധത്തിൽ ഭടന്മാരെ മുക്കാൽ ഭാഗവും തീർത്ത ശേഷം അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന നായകന്റെ മുഖം ഇപ്പോഴാണ് കാണുന്നത്. കാട്ടുവള്ളിയിൽ ഊഞ്ഞാലാടി ഒരു മരണമാസ് എൻട്രി. ഈ നായകനാണ് ചെറുപ്പത്തിൽ നമ്മൾ കണ്ട ആ കിണറ്റിൽ നിന്നും കിട്ടിയ കുട്ടി ബർമി. വളർന്നു വലുതായിരിക്കുന്നു. ആക്ച്വലി കുലശേഖരന്റെ ആൾക്കാർ കൊലപ്പെടുത്തിയ കുരങ്ങനെയും മാനിനെയും ഒക്കെ വലിച്ചു കൊണ്ടുപോയത് ഇവരായിരുന്നു. കുലശേഖരന്റെ കൂടെ ഉണ്ടായിരുന്ന ആ കോമഡി പീസ് ഭടൻ ഇല്ലേ ചിന്നയ്യ, അവനെയും ഇവർ ജീവനോടെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും അവനെ അതിശയത്തോടെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൻ മയക്കത്തിൽ നിന്ന് ഉണരുകയും എല്ലാവരും അവൻ്റെ നേർക്ക് ആയുധങ്ങൾ പിടിച്ചു നിൽക്കുമ്പോൾ, അയ്യോ എനിക്ക് ജീവനുണ്ടെന്നറിഞ്ഞാൽ ഇവർ എന്നെ കൊല്ലും എന്ന് പറഞ്ഞ് മയങ്ങിയ പോലെ അവൻ അഭിനയിച്ച് കിടക്കുകയാണ്. അന്നേരം ആ ഗ്യാങ്ങിലെ ഒരു തലവൻ, ഇവൻ ആരാണെന്ന് വെച്ചാൽ അന്ന് രാജാവ് കാലിൻ്റെ വിരൽ വെട്ടിയിരുന്നില്ലേ, അവനാണ് ഇവൻ ജപ്പണ്ണ. ഇവിടെ ഈ ഭടനെ എന്തിനാ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് ജപ്പണ്ണ ചോദിക്കുമ്പോൾ, ഞങ്ങൾ ഒന്നും ചെയ്തില്ല, അവരാണ് ഈ കാട്ടിലേക്ക് കയറിയത് എന്ന് ബർമി പറയുമ്പോൾ, എന്ത് അവരോ, എത്ര പേരുണ്ടായിരുന്നു? കുറേ പേരുണ്ടായിരുന്നു. കുറച്ചു പേരെ നമ്മൾ അടിച്ചു കൊന്നു, ബാക്കിയുള്ളവർ കുതിരവണ്ടിയിൽ ഓടി രക്ഷപ്പെട്ടു. അത് കേട്ടപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഭയങ്കര ഷോക്ക്. എന്തെന്നാൽ ഇത്രയും കാലമായിട്ടും ബാങ്ക്രയിലുള്ള ആരും ഈ കാന്താരയിലേക്ക് കാൽ കുത്തിയിരുന്നില്ല. പിന്നെ ഇപ്പോൾ എങ്ങനെ അവർക്ക് ധൈര്യം വന്നു? ഇപ്പോൾ വീണ്ടും അവർ ഇങ്ങോട്ട് വരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം ഇവിടെയുള്ള ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോയി അവിടെ അടിമകളാക്കി ജോലി ചെയ്യിപ്പിക്കാനായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം, നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങളുടെ അടുത്ത് ആയുധങ്ങൾ വെച്ച് കിടന്നുറങ്ങിക്കോ എന്ന് ജപ്പണ്ണ പറയുകയാണ്. ആ മീറ്റിങ്ങിന് ശേഷം ബർമെ കുറച്ച് പേർ
രണ്ടുപേരോടായി പറയുന്നു, ബാങ്ക്രയിലെ രാജാവും ഭടന്മാരും ഇവിടെ കാലുകുത്തിയത് നമ്മളെ കൊണ്ടുപോകാൻ തന്നെയായിരിക്കും. എന്നാൽ അവർ തിരിച്ചു പോയെങ്കിലും വീണ്ടും ഇവിടെ ആൾക്കാരെ കൂട്ടി വരില്ല എന്ന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് അവർ ഇനി ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് നമ്മൾ അങ്ങോട്ട് പോയി ആക്രമിക്കണം. അത് കേട്ട് ബാക്കിയുള്ളവർ നമ്മളിത് ജപ്പണ്ണയെ അറിയിക്കാം എന്ന് പറയുമ്പോൾ, അയ്യോ അത് വേണ്ട, ജപ്പണ്ണ അന്ന് ബാങ്ക്രയിൽ പോയപ്പോൾ ജപ്പണ്ണയുടെ കാൽവിരൽ രാജാവ് വെട്ടിയിരുന്നു. ആ ഭയം ഇപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് ജപ്പണ്ണ ഇതിന് സമ്മതിക്കുമെന്ന് തോന്നില്ല. നമുക്കൊരു ഗ്യാങ് ആയിട്ട് അങ്ങോട്ടേക്ക് പോകാം എന്ന് ബർമി പറയുകയാണ്. അന്നേരം ഒരുത്തൻ, നമ്മൾ ഈ ഗ്രാമം വിട്ട് പുറത്തോട്ട് പോകുന്നിടത്ത് ബ്രഹ്മരക്ഷസില്ലേ, അതിനെ മറികടന്ന് നമ്മൾ എങ്ങനെ പോകും എന്ന് ചോദിക്കുമ്പോൾ, ബ്രഹ്മരക്ഷസോ, അതൊക്കെ കെട്ടുകഥകളാണ് എന്ന് ബർമി പറയുകയാണ്. അന്നേരം ഒരു വശത്ത് ഇവർ എടുക്കുന്ന പ്ലാൻ കാര്യങ്ങൾ, ഇവർ സംസാരിക്കുന്നതൊക്കെ പഞ്ചുരുളി ദൈവം നോക്കി നിൽക്കുന്നു. എന്നാൽ ഇവർക്ക് കാട് കടന്ന് ബാങ്ക്രയിലേക്ക് പോകാനുള്ള വഴി അറിയില്ല. അതിനാൽ അവർ പിടിച്ചുകൊണ്ടുവന്ന ആ ഭടനുണ്ടല്ലോ ചിന്നയ്യ, അവൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കാൻ തുടങ്ങി. ചിന്നയ്യൻ്റെ കയ്യിലുള്ള ആ വില്ല് കണ്ട്, ഇത് നല്ല കൂർത്തതാണല്ലോ, ഇത് എങ്ങനെയാ നിർമ്മിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അത് കൂർത്ത മരമോ കല്ലോ ഒന്നുമല്ല, അത് ഇരുമ്പാണ്, അത് വായിൽ വെച്ച് ഇളക്കിക്കഴിഞ്ഞാൽ പല്ലടക്കം പൊട്ടിപ്പോകും എന്ന് പറയുകയാണ്. ആക്ച്വലി ഈ കാട്ടുമക്കൾക്ക് ഇരുമ്പിനെക്കുറിച്ച് ഒന്നും അറിയില്ല, കല്ലും മുള്ളും മാത്രമാണ് ഇവരുടെ ആയുധം. അന്നേരം ബർമി ചിന്നയ്യയോട്, ഞങ്ങളെ നിങ്ങളുടെ ബാങ്ക്രയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമോ എന്ന് ചോദിക്കുമ്പോൾ, എന്ത് ബാങ്ക്രയിലേക്കോ? നീ എന്തിനാ അങ്ങോട്ട് വരുന്നത്? അത് പിന്നെ ഞങ്ങളെക്കാളും എത്ര സൗകര്യത്തോടെ എത്ര ഉയർച്ചയിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് അറിയാൻ ഒരു കൗതുകം, അതിനു വേണ്ടിയാ. അതൊന്ന് കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരാം എന്ന് ബർമി പറയുമ്പോൾ, നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. ഇനി ഞാനാണ് നിങ്ങളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോയത് എന്നറിഞ്ഞാൽ കുലശേഖരൻ എൻ്റെ കഴുത്ത് വെട്ടും. അതിന് നീയാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോയതെന്ന് ഞങ്ങൾ ആരോടും പറയില്ലല്ലോ. ഞങ്ങൾ നിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവിടാൻ അല്ലേ വരുന്നത്? ഓ അങ്ങനെയോ? അത് എനിക്ക് മാത്രമല്ലേ അറിയൂ, അവിടെയുള്ള ആൾക്കാർക്ക് അത് അറിയില്ലല്ലോ. എന്തായാലും ഇവിടെ നിൽക്കുന്നതിനേക്കാളും അവിടെ പോകുന്നതാ നല്ലത്. ശരി വാ എന്ന് പറഞ്ഞ് ചിന്നയ്യ സമ്മതിക്കുകയും ചെയ്തു. അതിനുശേഷം അങ്ങോട്ടേക്ക് പോകുന്നതിന് മുൻപ് പഞ്ചരുളി ദൈവത്തിന് പ്രാർത്ഥിച്ച് അനുവാദം വാങ്ങി അവിടുന്ന് ബാങ്ക്രയിലേക്ക് യാത്ര തുടരുകയാണ്. ഇവിടെയുള്ളവരുടെ വേഷത്തിൽ പോയാൽ പെട്ടെന്ന് മനസ്സിലാകും എന്നതിനാൽ അവർ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഭടന്മാരുടെ വേഷം ധരിച്ച് പിറ്റേ ദിവസം രാവിലെ തന്നെ കാന്താരയിൽ നിന്നും ബാങ്ക്രയിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ കാടൊക്കെ കടന്ന് അവസാനം ബാങ്ക്ര രാജ്യത്തിൻ്റെ മുൻപിലേക്ക് എത്തുകയാണ്. എന്നാൽ അവിടെ വലിയൊരു മതിലുണ്ട്. ആ മതിൽ കടന്നാലേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റൂ. അവർക്ക് അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. അവരുടെ ആ വേഷം ഭടന്മാരെ പോലെയുള്ള വേഷം കണ്ട് ആരും സംശയിച്ചില്ല. കാട്ടിലേക്ക് പോയവർ തിരിച്ചു വന്നു എന്ന മട്ടിൽ ഓരോരുത്തരെയും അകത്തേക്ക് കയറ്റാൻ തുടങ്ങി. അന്നേരം ഒരു ഭടൻ, ഏയ് ചിന്നയ്യ, ഇന്നലെ പോയതല്ലേ, ഇപ്പോഴാണോ കാട്ടിൽ നിന്ന് തിരിച്ചു വരുന്നത്, എന്താ പറ്റിയേ എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ കാട്ടിൽ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടായി, അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി ഇപ്പോഴാണ് തിരിച്ചു വരുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവരും അകത്തേക്ക് കടക്കുകയാണ്. ഇതേ നേരം അകത്ത് അരമനയിൽ രാജശേഖരനും മന്ത്രിമാരും എല്ലാം കൂടി ഇരുന്നിട്ടുണ്ട്. എന്നാൽ കുലശേഖരൻ മാത്രമില്ല. കുലശേഖരൻ ആണല്ലോ രാജാവ്. രാജാവില്ലാതെ എങ്ങനെ ഒരു മന്ത്രിസഭ, ഒരു ചർച്ച നടക്കും? കുലശേഖരൻ എവിടെയാണെന്ന് നോക്കിയാൽ അവനാണെങ്കിൽ അവിടെയുള്ള പെണ്ണുങ്ങളുമായി കൊൽസ പരിപാടിയിലാണ്. പരിപാടിയൊക്കെ കഴിഞ്ഞ് മദ്യപിച്ച് ലക്ക് കെട്ടാണ് മന്ത്രിസഭയിൽ എത്തുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ സിംഹാസനത്തിൽ ഇരുന്ന് കാര്യങ്ങൾ ആരംഭിക്കട്ടെ എന്ന് പറയുമ്പോൾ അച്ഛൻ രാജശേഖരൻ ആണെങ്കിൽ അതൊക്കെ കണ്ട് ഇവനെ എന്തിനാണോ ഞാൻ രാജാവാക്കിയത് എന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഇതേ നേരം പുറത്ത് ബർമി അവിടെ ക്ഷേത്രം പണിയുന്ന ഇടത്തേക്ക് പോകുമ്പോൾ അവനെ ചിന്നയ്യ നിർത്തിയിട്ട്, ഏയ് നിങ്ങൾ ഒരിക്കലും ഇതിനകത്തേക്ക് മാത്രം പ്രവേശിക്കരുത്. എന്തെന്നാൽ രാജാവിൻ്റെ അനിയത്തിയുടെ, കുലശേഖരൻ്റെ അനിയത്തിയുടെ കനകാവതിയുടെ വാഹനം ഇവിടെയാണ് നിർത്തിയിരിക്കുന്നത്. അവളും അവിടെ തന്നെ ഉണ്ടാകും. അവളുടെ കൺമുമ്പിൽ പോയി പെടാൻ പാടില്ല. ഓ രാജാവിൻ്റെ അനിയത്തിയോ, ഒന്ന് പോയി കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞ് ബർമി ആ ഭാഗത്തേക്ക് ഓടിപ്പോവുകയാണ്. ഓടിപ്പോയി നോക്കുമ്പോഴാണ് കാണുന്നത് അവിടെ വലിയൊരു ക്ഷേത്രം പണി നടക്കുന്നുണ്ട്. അവിടെ പണിയെടുപ്പിക്കുന്നത് കാന്താരയിലെ കാട്ടുമക്കളെ കൊണ്ടാണ്. അന്ന് പിടിയിലായവരെ ഇപ്പോഴും അവിടെ അടിമവേല ചെയ്യിപ്പിക്കുകയാണ്. അതൊക്കെ കണ്ട് ബർമിയും കൂടുതൽ സങ്കടപ്പെട്ടു നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് ദേ വരുന്നു രാജാവിൻ്റെ കുലശേഖരൻ്റെ അനിയത്തി കനകാവതി. കനകാവതിയെ കണ്ടപ്പോൾ ബർമിയുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. കനകാവതി ആണെങ്കിൽ അവിടെയുള്ളവരോട്, ഇതെന്താ ശില്പത്തിൻ്റെ വർക്ക് തുടങ്ങാത്തത്, പെട്ടെന്നത് ആരംഭിക്കൂ, എല്ലാ കാര്യങ്ങളും ഫാസ്റ്റായി നടക്കട്ടെ എന്ന് പറഞ്ഞതും ഒരു ശില്പി പാറയിൽ കുത്തി ശില്പം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു കഷ്ണം പൊട്ടിത്തെറിച്ച് ഒരു കഷ്ണം നേരെ തെറിച്ചു വീണത് മുകളിൽ കൂട് കൂട്ടിയിരുന്ന തേനീച്ചക്കൂട്ടിലാണ്. ഈ മനുഷ്യന്മാരെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായല്ലോ എന്ന് പറഞ്ഞ് തേനീച്ചക്കൂട്ടം നേരെ അവിടെയുള്ള ഓരോരുത്തരെയും കുത്തി ഓടിക്കാൻ തുടങ്ങി. എല്ലാവരും ജീവനും കൊണ്ട് ഓടുമ്പോൾ അവിടെ കനകാവതി നിലത്ത് വീണ് നോക്കുമ്പോൾ ഒരു തേനീച്ച അവളെ സ്ലോ മോഷനിൽ കുത്താനായി വരുന്നത് കാണുകയാണ്. കുത്താനായി അടുത്ത് എത്തുമ്പോൾ പെട്ടെന്ന് ആരോ ഒരു ചാക്കെടുത്ത് അവളെ മൂടി നിൽക്കുകയാണ്. ആരാ
ആരാണത് എന്ന് നോക്കിയാൽ അത് ബർമിയായിരുന്നു. അവളെ രക്ഷിച്ചത്. കനകാവതിയെ അത്രയും അടുത്ത് കണ്ട ബർമി അവളുടെ സൗന്ദര്യത്തിൽ ലയിച്ച് അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു തേനീച്ച അവളെ കുത്താനായി അകത്തേക്ക് വന്ന് അവളുടെ ചുണ്ടിൽ ഇരിക്കുമ്പോൾ ബർമി ആ തേനീച്ചയെ അവൻ്റെ കഴിവ് വെച്ച് മയക്കി എടുത്ത് പുറത്തേക്ക് കളയുകയും അത് തേനീച്ചയുടെ റാണിയായിരുന്നു. ആ തേനീച്ചയുടെ പുറകെ ബാക്കി എല്ലാ തേനീച്ചകളും ഓടിപ്പോവുകയും ചെയ്തു. ശേഷം ബർമി അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ ഏയ് അവിടെ നിൽക്ക്, നീ ആരാ, പടത്തലവൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ പടത്തലവൻ ആയാൽ മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ എന്നാണോ എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ചിന്നയ്യ വന്ന് ഏയ് നീ ആരോടാ സംസാരിക്കുന്നത് എന്നറിയോ, ഇവൾ ഈ നാടിൻ്റെ യുവറാണിയാണ്, എതിർത്ത് ഒന്നും സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ബർമിയെ കൂട്ടി അവിടുന്ന് പോവുകയാണ്. അതിനുശേഷം ബർമി അവൻ്റെ കൂട്ടുകാരെയും കൂട്ടി ആ മാർക്കറ്റിൽ കറങ്ങി നടക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കാന്താരയിലെ വിളവെടുത്ത ധാന്യങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും ഒക്കെ ഈ മാർക്കറ്റിൽ വിൽക്കുന്നത് കാണുന്നത്. പെട്ടെന്നൊരു കള്ളൻ അവിടെയുള്ള കുരുമുളക് ഒക്കെ മോഷ്ടിക്കാൻ നോക്കുമ്പോൾ അന്നേരം ഭടന്മാരോട് കള്ളൻ മോഷ്ടിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും അത് ബർമിയുടെ ആൾക്കാരായിരുന്നല്ലോ. അവർ അവിടെ കണ്ട കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളും ഒക്കെ പെറുക്കിക്കൊണ്ട് ഇത് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് കള്ളനെ പിടിക്കാതെ അവിടെ വീണ് കിടക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ ഒക്കെ ഏലക്ക കുരുമുളക് ഒക്കെ പെറുക്കിയെടുക്കുമ്പോൾ ഇവർ ശരിക്കും പടയാളികൾ അല്ല എന്ന് അവിടെയുള്ളവർക്ക് മനസ്സിലാവുകയും ചെയ്തു. പിന്നെ എന്താ സംഭവിച്ചേ, രാജാവിൻ്റെ ഭടന്മാരെല്ലാം ആ ഭടന്മാരുടെ വേഷത്തിൽ വന്ന കാന്താരയിൽ ഉള്ളവരെ പിടികൂടി അടിക്കാൻ തുടങ്ങി. അത് കണ്ട ബർമിയും അവരെ രക്ഷിക്കാൻ വേണ്ടി പടയാളികളെ തിരിച്ചടിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഒരു യുദ്ധം തന്നെ നടക്കുന്നു. ആ പോരാട്ടത്തിനിടയിൽ ഭടന്മാരെ അടിക്കാൻ വേണ്ടി അവിടെ രഥത്തെ തടഞ്ഞു വെച്ചിട്ടുള്ള ഒരു കട്ടയെടുത്ത് ഭടന്മാരെ അടിക്കാൻ നോക്കുമ്പോൾ ആ രഥം അവിടുന്ന് ഉരുണ്ടു പോകാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ ആയുധം എന്ന് ബർമി തീരുമാനിച്ച് ആ രഥത്തിൽ കയറി അവിടെയുള്ള ഓരോ ഭടന്മാരെയും അവിടെയുള്ള മാർക്കറ്റ് എല്ലാം മൊത്തം അടിച്ച് ചാമ്പലാക്കി പറന്നു പോയിക്കൊണ്ടിരിക്കെ ഒരു ഭാഗത്ത് നിന്ന് യുവറാണി കനകാവതി കാണുന്നുണ്ടായിരുന്നു. ആ തേരിനെ എല്ലാവരും കൂടി നിർത്ത്, ഇല്ലെങ്കിൽ അത് വലിയ അപകടം ഉണ്ടാക്കും എന്ന് കനകാവതി പറഞ്ഞതും ബാക്കി എല്ലാ ഭടന്മാരും അതിനെ നിർത്താൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ്. എന്നാൽ അതിനെ തടുത്തു നിർത്താൻ ആർക്കും ആയില്ല. ഒടുവിൽ അത് പോയി അവസാനം ഒരു കൊക്കയിലേക്ക് വീഴും എന്നായപ്പോൾ ആ ഒരു അവസാന ഘട്ടത്തിൽ അത് അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. ആ തേരിൽ ബർമയുടെ കൂടെ നമ്മുടെ ചിന്നയ്യയും ഉണ്ടായിരുന്നു. ചിന്നയ്യയെ കണ്ട് ബാക്കി ഭടന്മാർ ഏയ് ചിന്നയ്യ, നീയും അവരുടെ കൂടെയാണോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ ഇവരുടെ കൂടെയല്ല, ഞാൻ ഈ തേര് നിർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് ഇതിൻ്റെ മേലെ കയറി ഇതിനെ നിർത്തിയതാ എന്നവൻ പറഞ്ഞ് രക്ഷപ്പെടുകയാണ്. അങ്ങനെ ബർമിയെയും കൂട്ടുകാരെയും നേരെ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തി. അവർ ഇവിടെ മാർക്കറ്റിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ച് പരാതി പറഞ്ഞു നിർത്തുമ്പോൾ കുലശേഖരൻ ചോദിക്കുന്നു, ആരാ നീ, എവിടുന്നാ നീ വന്നത്? എൻ്റെ പേര് ബർമി, ഞാൻ കാന്താരയിൽ നിന്നാണ് വന്നത് എന്ന് ബർമി പറഞ്ഞതും അവിടെയുള്ള ഭടന്മാർ എല്ലാവരും ആയുധമെടുത്ത് അവരുടെ നേർക്ക് പിടിച്ച് ആക്രമിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ഇത്രയും പേര് മാത്രമാണോ വന്നത്, അതോ നിങ്ങളുടെ കൂടെ ബ്രഹ്മരക്ഷസ് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് കാണുന്നത് ബർമിയെയും കൂട്ടുകാരെയും അവിടെ കെട്ടി നിർത്തി ചാട്ടവാർ കൊണ്ട് അവരെ അടിക്കുന്നതാണ്. എന്നാൽ എത്ര അടിച്ചിട്ടും ബർമിക്കും കൂട്ടുകാർക്കും വേദന അനുഭവപ്പെടുന്നില്ല. അവിടെയുള്ള ഭടന്മാർ ക്ഷീണിച്ചു തളരുകയാണ്. അവിടേക്ക് കുലശേഖരൻ വന്ന് നിങ്ങൾ കാന്താരയിൽ ഉള്ളവരല്ലേ, അവിടെ എന്തോ പ്രേതം, പിശാച്ച്, ബ്രഹ്മരക്ഷസ് എന്തൊക്കെയോ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, എന്നാൽ അതൊക്കെ വെറും കെട്ടുകഥകളാണെന്ന് എനിക്ക് അറിയാം. എൻ്റെ മുത്തശ്ശനെ, അതായത് വിജയേന്ദ്രനെ ബ്രഹ്മരക്ഷസ് കിണറ്റിലേക്ക് വലിച്ചു കൊണ്ടുപോയി എന്നല്ലേ പറഞ്ഞത്, എന്നാൽ എനിക്കതിൽ വിശ്വാസമില്ല. അങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടാക്കി നിങ്ങൾ തന്നെയല്ലേ എൻ്റെ മുത്തശ്ശനെ കൊലപ്പെടുത്തിയത് എന്നൊക്കെ പറഞ്ഞ് അവരെ അടിക്കാൻ തുടങ്ങി. അവരുടെ ഒരു ബ്രഹ്മരക്ഷസ് ഇനി ഇത്തരം കള്ളക്കഥകൾ പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെ വീണ്ടും പ്രകോപിപ്പിക്കുമ്പോൾ ഇപ്പോൾ ബർമി കലിപ്പിൽ പറയുന്നു, നിനക്കതിൽ വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്തിനാ കാട്ടിൽ നിന്നും പേടിച്ചോടിയത്, നീ ഒരു പേടിത്തൊണ്ടനാണോടാ എന്ന് പറഞ്ഞ് കുലശേഖരനെ ഇൻസൾട്ട് ചെയ്യുകയാണ്. കലിപ്പിലായ രാജാവ് വീണ്ടും അവരെ അടിക്കാൻ തുടങ്ങി. അടിച്ചടിച്ച് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കിയ കുലശേഖരൻ തൻ്റെ വാളെടുത്ത് വീശി ബർമിയുടെ കഴുത്ത് നോക്കി വെട്ടാൻ നോക്കുമ്പോൾ അവിടേക്ക് അച്ഛൻ രാജശേഖരൻ വന്നിട്ട് വേണ്ട, ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് തടസ്സം നിൽക്കുകയാണ്. എന്നിട്ട് ബർമിയോട് എന്തിനാ നമ്മുടെ രാജ്യത്തേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ നാട്ടിലേക്ക് വന്നില്ലേ, അതുകൊണ്ടാ വന്നത് എന്ന് ബർമി പറയുമ്പോൾ എന്ത്, കാന്താരയിലേക്ക് ഇവിടുന്ന് വന്നെന്നോ എന്ന് ഷോക്കായിട്ട് നേരെ കുലശേഖരനെ നോക്കി നിൽക്കുമ്പോൾ അവർ വന്നതൊക്കെ ശരിയാണ്, പക്ഷെ പേടിച്ച് ഓടിപ്പോയി എന്ന് കൂടി ബർമി പറയുമ്പോൾ കുലശേഖരന്റെ കൂട്ടാളികളൊക്കെ ബക്കബക്ക എന്ന് ചിരിക്കുമ്പോൾ വീണ്ടും കുലശേഖരന് ഇൻസൾട്ട് ആവുകയാണ്. അന്നേരം രാജശേഖരൻ വീണ്ടും നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ
നിങ്ങളുടെ മകനെ പോലെ പണ്ട് നിങ്ങളും നിങ്ങളുടെ അച്ഛനും കാന്താരയിലേക്ക് വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതല്ലേ. കാന്താരയുടെ ശക്തി എന്താണെന്ന് നിങ്ങൾ നേരിട്ട് കണ്ടതല്ലേ. അങ്ങനെയുള്ള കാന്താരയിലെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകാനും ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് അവനെ കെട്ടിയിരിക്കുന്ന ആ ചങ്ങാല സിമ്പിളായി വലിച്ചു ഊരുകയാണ്. സീൻ അവിടെ കട്ട് ചെയ്താൽ അല്പം കഴിഞ്ഞ് രാജാക്കന്മാരെല്ലാം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കുലശേഖരൻ പറയുന്നു, നമ്മുടെ നാട്ടിലേക്ക് അതിക്രമിച്ച് കയറിയ ആ കാന്താരയിൽ ഉള്ളവരെ നമ്മൾ എന്തിനാണ് വെച്ച് നിർത്തുന്നത്? ഇവിടെ വെച്ച് തന്നെ സിമ്പിളായിട്ട് കൊന്നുകളഞ്ഞൂടെ? അത് കേട്ട കനകാവതി, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, അവനെ എന്തിനാണ് കൊല്ലുന്നത്, എന്നിട്ട് എന്ത് കിട്ടാനാണ് എന്ന് പറയുമ്പോൾ അതിന് സപ്പോർട്ടായിട്ട് രാജശേഖരനും അത് ശരിയാണ്, നമ്മൾ കാന്താരയിൽ ഉള്ളവരുമായി ഒരു പകയ്ക്കും നിൽക്കുന്നത് നല്ലതല്ല എന്ന് പറയുകയാണ്. അത് കേട്ട കുലശേഖരൻ കലിപ്പിൽ, നിങ്ങൾ എന്നെ എന്തിനാണ് രാജാവാക്കിയത്? എല്ലാ തീരുമാനവും നിങ്ങളും നിങ്ങളുടെ മോളും എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ്? ചെയ്തോ, എല്ലാം നിങ്ങൾ തന്നെ ചെയ്തോ. ഈ ഭക്ഷണം കഴിച്ച എൻ്റെ ഈ കൈ കഴുകാനുള്ള അവകാശം എങ്കിലും എനിക്ക് വേണം, ഞാൻ പോയി കഴുകട്ടെ എന്ന് പറഞ്ഞ് കുലശേഖരൻ അവിടുന്ന് പിണങ്ങിപ്പോവുകയാണ്. ഇപ്പോൾ ബർമിയുടെ അമ്മയ്ക്ക് ഒരു ഭയങ്കരമായ കൊടൂര സ്വപ്നം കാണാൻ തുടങ്ങി. ആ സ്വപ്നത്തിൽ നിന്നും പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് ആകെ ഭയന്ന അമ്മ പഞ്ചറുളി ദൈവത്തിന്റെ മുൻപിൽ പോയി പ്രാർത്ഥിച്ച്, എൻ്റെ മകന് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല, ബാങ്ക്രയിലാണ് അവൻ ഉള്ളത്, അവനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച് വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഇപ്പോൾ ബാങ്ക്രയിൽ കുലശേഖരന്റെ ഫ്രണ്ടുകാരനായ ബൂബ പുതിയ ഒരു മന്ത്രിയുമായി സംസാരിക്കുന്നത് കാണാം. ഇവിടെയുള്ള അടിമകളെ അറബികൾക്ക് നല്ല പൈസക്ക് വിറ്റാലോ എന്ന് മന്ത്രി ചോദിക്കുമ്പോൾ, എടാ, നമ്മുടെ കയ്യിലുള്ള എല്ലും തോല് പോലെയുള്ള പണിക്കാരെ അറബികൾക്ക് വിറ്റാൽ നല്ല പൈസ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? നീ നല്ല സൈസാണല്ലോ, നിന്നെ തന്നെ ഞാൻ വിൽക്കട്ടെ എന്ന് പറഞ്ഞ് മന്ത്രി കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കളിയാക്കാനായോ? ഞാൻ ഈ നാട്ടിലെ മന്ത്രിയാണ്. എന്ത്, നീ മന്ത്രിയെന്നോ? ഞാൻ രാജാവിൻ്റെ ചങ്ങായിയാണടാ, ഞാനും ഒരു മന്ത്രിയാണ്. ഞാൻ വിചാരിച്ചാൽ നീ ജീവനോടെ ഉണ്ടാവില്ല. നീ ഇപ്പോൾ പുതിയതായിട്ട് മന്ത്രിയായതല്ലേ എന്ന് കരുതി തലയിൽ കയറി നിൽക്കല്ലേ. ശരി ശരി, നിനക്ക് നല്ല തടിയും ശക്തിയുമുള്ള ആളെയല്ലേ വേണ്ടത്? ഞാൻ തന്നെ അവരെ ജയിലിൽ അടച്ചു വെച്ചിട്ടുണ്ട്. അവർ നമ്മുടെ രാജ്യത്തേക്ക് കയറി നമ്മളെ ആക്രമിക്കാൻ നോക്കിയവരാണ്, അത്രയ്ക്കും ശക്തിയുള്ളവരാണ് അവർ. ഓഹോ, എങ്കിൽ എൻ്റെ മകൻ പെപ്പയാണ് അവർക്ക് പറ്റിയ ആള്. അവൻ്റെ ചാട്ടവാർ കൊണ്ട് അവരുടെ ശക്തിയൊക്കെ ക്ഷയിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് മകനെക്കുറിച്ച് പൊക്കി പറയുകയാണ്. അങ്ങനെ ബിൽഡപ്പ് കൊടുത്ത് ഇപ്പോൾ ആ ഫ്രണ്ടുകാരൻ്റെ മകനെ പെപ്പയെ കാണാം നേരെ നടന്ന് തടവറയിലേക്ക് പോകുന്നത് കാണാം. അവിടെയാണ് ബർമിയെയും കൂട്ടുകാരെയും അടച്ചു വെച്ചിട്ടുള്ളത്. ആ ഒരു തടവറയിലേക്ക് വന്നിട്ട്, ഇവിടെ ശബ്ദം കേട്ട് ആരും വരാൻ പാടില്ല, എല്ലാവരും ഗേറ്റ് അടച്ച് പുറത്ത് കാവൽ നിൽക്ക് എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ഭടന്മാരെ പറഞ്ഞു വിട്ട ശേഷം, നുഴഞ്ഞു കയറി വന്നവരല്ലേ നിങ്ങൾ, അത്ര ധൈര്യം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി എന്ന് പറഞ്ഞ് അടിച്ച് ശേഷം, പറ നിങ്ങൾ എവിടുന്നാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിലൊരുത്തൻ മുഖംമൂടി മാറ്റി കാന്താരയിൽ നിന്നാ എന്ന് പറഞ്ഞതും അത് കേട്ടപ്പോൾ അവൻ ആകെ ഭയപ്പെടുകയാണ്. എന്ത്, കാന്താരയിൽ നിന്നോ എന്ന് പേടിച്ച് ആ സെല്ലിലെ ലോക്ക് ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ അവിടെയാണെങ്കിൽ ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന പടയാളികളെ ആരെയും കാണാനില്ല. നേരത്തെ പറഞ്ഞതല്ലേ എല്ലാരോടും പുറത്തു പോകാൻ. പേടിച്ച് അവൻ കരയാൻ തുടങ്ങി. ആ കരച്ചിൽ കേട്ട് പുറത്തു പോയ ഭടന്മാരെല്ലാം തിരിച്ചു വന്ന് ഡോർ എങ്ങനെയൊക്കെയോ ആയി തുറന്നു നോക്കുമ്പോൾ അവൻ്റെ തല അതിൽ കുരുങ്ങി ഗേറ്റ് ഓപ്പൺ ആവുകയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ ആയി കഷ്ടപ്പെട്ട് ആ തല ഊരിയെടുത്ത് ആ സെല്ല് ക്ലോസ് ചെയ്ത് ജീവൻ തിരിച്ചു കിട്ടി എന്ന സന്തോഷത്തിൽ അവൻ അവിടെ നിന്ന് പോവുകയാണ്. ബർമിയുടെ സെല്ലിൽ സംഗപ്പ എന്നൊരുത്തനുണ്ട്. അവൻ്റെ ജോലി ഇവിടെയുള്ള കപ്പൽ, തേര് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുത്തത് ഇവനാണ്. നിങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ? നിങ്ങളെ എന്തിനാ ഇവിടെ സെല്ലിൽ അടച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം, എൻ്റെ ഫാമിലിയിൽ ഉള്ളവർ ഈ രാജ്യത്തിനു വേണ്ടി, ഈ രാജാക്കന്മാർക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവർക്ക് ഓർമ്മയിലില്ല. എന്നെ അവർ ഭയങ്കരമായി ദ്രോഹിക്കുന്നുണ്ട്. ശരി, നിങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ? എന്തിനാ ജയിലിൽ അടച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ ഒന്നുമില്ലപ്പാ, ഒരു കപ്പൽ നിർമ്മിച്ചു തരണം എന്ന് പറഞ്ഞു ഞാനത് നിർമ്മിച്ചു കൊടുത്തു. എന്നാൽ ആ കപ്പൽ കടലിൽ പകുതി ദൂരം എത്തിയപ്പോൾ തന്നെ മുങ്ങിപ്പോയി. അതെങ്ങനെയാ കപ്പൽ മുങ്ങിയത്? നിങ്ങൾ അത്ര വലിയ പണിക്കാരൻ എന്നല്ലേ പറഞ്ഞത്? എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ ആ കപ്പലിൽ ഞാനൊരു ദ്വാരം ഉണ്ടാക്കിയിരുന്നു. കപ്പലിൽ മഴ വരുമ്പോൾ നിറയുന്ന വെള്ളം ഒഴുകിപ്പോകാനായിരുന്നു. എന്നാൽ മഴ വരുമ്പോൾ അവർ ആ ദ്വാരം ഓപ്പൺ ചെയ്തപ്പോൾ കടലിലെ വെള്ളം കപ്പലിലേക്ക് വന്ന് നിറഞ്ഞ് കപ്പൽ മുങ്ങുകയായിരുന്നു. ഞാൻ അപ്പോൾ ചിന്തിച്ചിരുന്നില്ല കടലിലെ വെള്ളം തിരിച്ച് കപ്പലിലേക്ക് വരുമെന്ന്. അങ്ങനെ ഒരു മണ്ടത്തരം പറ്റിപ്പോയി. അതിൻ്റെ പേരിൽ എന്നെ അവർ പിടിച്ച് അടിച്ച് ഇവിടെ ഇട്ടു എന്ന് പറയുകയാണ്. അന്നേരം ബർമി ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ ദൂരെ ഒരു കൂടാരം ഉള്ളതുപോലെ കാണുകയാണ്. അത് നോക്കി അതേതാ ആ നാട് എന്ന് ചോദിക്കുമ്പോൾ, ഓ അതോ, അതാണ് തുറമുഖം, അവിടെയാണ് വ്യാപാരം ഒക്കെ നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ബർമിക്ക് ഒരു ഐഡിയ തോന്നുകയാണ്. അതേ നേരം ബർമിയെ നോക്കി പെപ്പയും പടയാളികളും വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബർമി തടവറയുടെ ഡോർ പറിച്ചെടുത്ത് പുറത്തോട്ട് വരുന്നത് കണ്ട് പെപ്പെ പേടിച്ച് നിൽക്കുകയാണ്. അത് പെപ്പെ കണ്ടു എന്ന് മനസ്സിലാക്കി അയ്യോ പിടിക്കപ്പെടുമോ എന്ന് കരുതി ബർമി മെല്ലെ മെല്ലെ പുറകോട്ട് പോയി ഡോർ അവിടെ ഫിറ്റ് ചെയ്ത്
വെക്കുകയാണ്. പെപ്പെ മെല്ലെ ഒരൽപ്പം ഭയത്തോടെ ബെർമിയുടെ അടുത്തേക്ക് ചെന്ന് എന്താ എന്നെ വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ബെർമി പോക്കറ്റിൽ നിന്നും ഏലക്കയും കുരുമുളകും ഒക്കെ കൊടുത്ത് ഇത് നമ്മുടെ കാന്താരയിൽ ഒരുപാടുണ്ട്, ഇത് ഞാൻ നിങ്ങളുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാം, നിങ്ങൾ അതിന് സമ്മതിച്ചാൽ പകുതി ഞാൻ നിങ്ങൾക്ക് തരാം, പകുതി ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ അനുവാദം തരണം. എന്നാൽ പെപ്പയാണെങ്കിൽ അയ്യോ ഇല്ല, അതൊന്നും സാധ്യമല്ല, നിങ്ങളെ ഞങ്ങൾ ഓൾറെഡി അറബികൾക്ക് വിറ്റുകഴിഞ്ഞു എന്ന് പറഞ്ഞ് അവൻ പുക വലിക്കുകയാണ്. ആ വലിക്കുന്നത് കണ്ട് ഇതെന്താ എന്ത് പുകയാ വലിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇത് ഇവിടുത്തെ ഒന്നുമല്ല, ഇത് ഫോറിൻ സിഗരറ്റാണ്, കിക്ക് വേറെ ലെവലാ എന്ന് പറയുമ്പോൾ ആ പുക മണപ്പിച്ച ബർമി ഇതിന് ഭയങ്കര നാറ്റമാണല്ലോ, ഞാൻ നിനക്കൊരു സാധനം തരാം, അത് വലിച്ചാ നീ ഇവിടെ ഒന്നും ആയിരിക്കില്ല, ഫീലിംഗ് വേറെ ലെവലാ എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പുകയില കൊടുത്തപ്പോൾ പെപ്പെ അത് വാങ്ങി ഒരൊറ്റ വലിച്ചത് മാത്രമേ അവൻ ഓർമ്മയുള്ളൂ. കഞ്ചാവടിച്ച മൈരനെ പോലെ അവൻ്റെ കിളി പോവുകയാണ്. പെപ്പയ്ക്ക് മാത്രമല്ല അവൻ്റെ അച്ഛന് വരെ ആ കഞ്ചാവ് കൊടുത്തിട്ടുണ്ട്. അതിനാൽ ഇപ്പോൾ രണ്ടുപേരും ആ ഒരു ലഹരിയിൽ ചുമ്മാ കച്ചവടം എന്ന് പറഞ്ഞ് നടന്നാൽ പോരാ, കച്ചവടം ചെയ്യുന്ന സ്ഥലവും നീ കാണണം എന്ന് പറഞ്ഞ് ആ മാളികാപ്പുറത്ത് നിന്ന് എല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. കഞ്ചാവടിച്ച് കിളിപ്പോയ പെപ്പയെയും അവൻ്റെ ആൾക്കാരെയും ബെർമി ആ സെല്ലിൽ തന്നെ അടച്ചിട്ട് എല്ലാവരെയും കൂട്ടി രക്ഷപ്പെട്ട് കാന്താരയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. എന്നിട്ട് അവൻ്റെ ആ ഐഡിയ ആ നാട്ടിലെ എല്ലാവരോടും പറയാൻ തുടങ്ങി. അതായത് ഇത്രയും വർഷം ഇവിടെയുള്ള കാന്താരയിലുള്ള ആൾക്കാർ ഇവിടെ തന്നെ കൃഷി ചെയ്ത് ഇവിടെ സ്വന്തം ആവശ്യത്തിന് കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചവരാണ്. എന്നാൽ ഇങ്ങനെ ജീവിച്ച് തീരാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമ്മൾ ഒന്ന് ഡെവലപ്പ് ആവണം, അടുത്ത ലെവലിലേക്ക് മാറണം. അതിന് നമ്മൾ കച്ചവടം ചെയ്യണം. നമ്മൾ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നം ബാങ്ക്രയിൽ പോയി കച്ചവടം ചെയ്യണം. അങ്ങനെ വ്യാപാരം ചെയ്താൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെ അവർ കൃഷി ആരംഭിച്ചു. കൃഷി നടത്താൻ ഉഴുതുമറിച്ച് അവിടെ വെള്ളം എത്തിക്കാൻ വേണ്ടി പുഴയിൽ ഒഴുകുന്ന വെള്ളം അവരുടെ ബുദ്ധിപരമായ രീതിയിൽ ഓരോ കുന്ത്രാണ്ടങ്ങൾ നിർമ്മിച്ച് മുളയെ രണ്ടായി കീറി ആ മുളയുടെ അകത്തുകൂടി വെള്ളം അവരുടെ ഓരോ സ്ഥലത്തേക്കും എത്തിക്കാൻ തുടങ്ങി. അതിനുശേഷം അവർ കൃഷി ചെയ്ത മഞ്ഞളും ഇഞ്ചിയും കുരുമുളകും ഏലക്കയും ഒക്കെ നല്ല രീതിയിൽ വിളവെടുക്കാൻ തുടങ്ങി. എന്നാൽ ഇവർ ചെയ്യുന്ന പരിപാടിയെല്ലാം ഒരു കാവൽ ദൈവം പോത്തിന്റെ രൂപത്തിൽ നോക്കുന്നുണ്ട്. ഈ ദൈവം ഏത് ഗണത്തിൽപ്പെട്ടതാണെന്ന് അറിയില്ല. അങ്ങനെ കൃഷി ചെയ്ത സംഭവം എല്ലാം വിളവെടുത്ത് നേരെ ബാങ്ക്ര രാജ്യത്തേക്ക് കൊണ്ടുപോയി അവിടെ ബൂബയോടും ബൂബയുടെ മകനായ പെപ്പയോടും പറഞ്ഞ് കച്ചവടം ചെയ്യണം എന്ന് പറയുമ്പോൾ സമ്മതിച്ച് അങ്ങനെ അവർ അവിടെ കച്ചവടം ആരംഭിക്കുകയാണ്. അങ്ങനെ കച്ചവടം ചെയ്ത് ഇവരുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്ത് അവരുടെ കയ്യിലുള്ള കത്തി ആയുധങ്ങളൊക്കെ പകരം വാങ്ങിക്കുകയാണ്. എന്നാൽ കാന്താരയിലുള്ളവർ ഇവിടെ വന്ന് കച്ചവടം ചെയ്യുന്നത് മറ്റു ചിലർക്ക് ദഹിച്ചില്ല. അതിനാൽ ഇക്കാര്യം രാജാവിനെ അറിയിക്കാൻ വേണ്ടി ഒരു ഭടൻ പോകുമ്പോൾ അവനെ യുവറാണി കനകാവതി പിടിച്ചു നിർത്തി കാര്യങ്ങൾ ചോദിച്ച് ശരി ഇക്കാര്യം ഞാൻ തന്നെ രാജാവിനോട് പറയാം എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുകയാണ്. ശേഷം യുവറാണി രാജാവിനോട് പറയാതെ ബർമിയെ വിളിച്ചു വരുത്തി എന്താടാ നീ വീണ്ടും വന്ന് ഇവിടെ ചെയ്യുന്നത്? ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയത് തന്നെ നിന്റെ ഭാഗ്യമാണ്. വീണ്ടും ഇവിടെ തിരിച്ചു വന്ന് കച്ചവടം ചെയ്യാൻ നോക്കുന്നോ? അതെ യുവറാണി, ഞങ്ങൾ ബ്രഹ്മരക്ഷസി ഒരു പങ്കായി ഒരുക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങളല്ലേ നിങ്ങൾ എടുത്തിട്ട് ഇവിടെ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ തന്നെ നേരിട്ട് വന്ന് വ്യാപാരം ചെയ്താൽ എന്താണ് പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഇനി ഇവിടെ വ്യാപാരം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഒരു കാൽഭാഗം നമുക്ക് പങ്കായി തരണം. അതിനുള്ള പത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് യുവറാണി മുദ്രപത്രത്തിൽ സൈനിട്ട് കയ്യിൽ കൊടുക്കുമ്പോൾ അയ്യോ യുവറാണി, അതൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇത് കണ്ടാൽ നിങ്ങളുടെ അനുമതിയോടെയാണ് ഞങ്ങൾ ഇവിടെ വ്യാപാരം നടത്തുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങളെ തരം താഴ്ത്തും. ആ അനുമതി നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചോ, ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമാണ് എന്ന് പറഞ്ഞ് ബർമി അവിടുന്ന് പോവുകയാണ്. അങ്ങനെ വ്യാപാരം നടക്കുമ്പോൾ ബർമി കാന്താരയിൽ നിന്ന് കൊണ്ടുവന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ അറബിക്ക് കാണിക്കുമ്പോൾ അറബിക്ക് അതിൻ്റെ ക്വാളിറ്റി കണ്ട് ഭയങ്കരമായി ഇഷ്ടപ്പെടുകയാണ്. എന്നിട്ട് ഇതിനു പകരം നിങ്ങൾക്ക് എന്താ തരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ കയ്യിലുള്ള അമ്പും വില്ലും വേണം എന്ന് പറയുകയാണ്. ഇതൊക്കെ തരാം, പക്ഷേ ഇത് ഉപയോഗിക്കാൻ അറിയോ എന്ന് ചോദിക്കുമ്പോൾ അത് വാങ്ങി ബർമിയുടെ ഒരു കൂട്ടുകാരൻ വലിച്ചു വിട്ടപ്പോൾ ഒരു കുടത്തിൽ പോയി തറച്ചു കയറുകയാണ്. അതിൽ നിന്ന് ചാരായം ഒഴുകാൻ തുടങ്ങി. എടാ ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് നിനക്കറിയോ? ഇത് 13 വർഷത്തെ പഴക്കമുള്ള മദ്യമാണ് എന്ന് പറയുമ്പോൾ ഇത് അത്രയും പഴകിയ ചാരായം ആണോ? അയ്യേ, ഇത്രയും അഴുകിയതൊക്കെ എന്തിനാ കുടിക്കുന്നത് എന്ന് പൊട്ടനെ പോലെ സംസാരിച്ച് അവിടെ നിന്ന് പോവുകയാണ്. ശേഷം അവിടെയുള്ള ഒരു കുതിരയെ ബർമി തൊടാൻ പോകുമ്പോൾ ഭൂപൻ അവനെ തടഞ്ഞു നിർത്തിയിട്ട് എടാ അത് തൊടാൻ പാടില്ല, അത് അരമനക്ക് വന്ന കുതിരയാണ്, തൊട്ടാൽ പ്രശ്നമാകും എന്ന് പറഞ്ഞ് തടസ്സം നിൽക്കുകയാണ്. അത് കേട്ട ബർമിയുടെ ഒരു ഫ്രണ്ട് അത് ശരി കയ്യിൽ തൊട്ടാലല്ലേ പ്രശ്നം എന്ന് പറഞ്ഞ് ഒരു കോലെടുത്ത് കുതിരയുടെ ആസനത്തിൽ കുത്തിയതും കുതിര ഒറ്റ ചവിട്ട് ഫ്രണ്ടുകാരൻ വെള്ളത്തിലേക്ക് വീഴുകയും വേദനിച്ച കുതിര അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ഓടി നേരെ യുവറാണി
യുവറാണിയുടെ മുൻപിലേക്ക് കുത്താനായി പോകുമ്പോൾ പെട്ടെന്ന് ബർമി കുതിരയുടെ നേർക്ക് ചാടി ഇരുന്ന് ആ കുതിരയെ അടക്കി നിർത്തുകയാണ്. അത് കണ്ട ഒരു ഭടൻ, നിന്റെ അടുത്ത് ആരാടാ കുതിരയിൽ കയറാൻ പറഞ്ഞ്? നീ കയറിയതോടെ ഈ കുതിരയുടെ മൂല്യം കുറഞ്ഞു, ഇനി ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുതിരയെ വെട്ടിക്കൊല്ലാൻ നോക്കുമ്പോൾ ആ ഭടന്റെ മോന്തക്ക് ഒരടി കൊടുത്തിട്ട്, ഞാൻ തൊട്ടതുകൊണ്ട് ഇത് അശുദ്ധമായിട്ടുണ്ടെങ്കിൽ ഇവിടെ പലരുടെയും തല വെട്ടേണ്ട സമയമായി എന്ന് പറഞ്ഞ് യുവറാണിയെ ഒന്ന് ആക്കി സംസാരിച്ച് അവിടുന്ന് പോവുകയാണ്. ആ ഒരു ഡയലോഗോട് കൂടി യുവറാണിക്ക് ബർമിയുടെ മേൽ ഒരു ക്രഷ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ യുവറാണി ബർമിയെ ഇഷ്ടമാണ് എന്ന രീതിയിൽ പെരുമാറുകയാണ്. അതൊക്കെ കാണുമ്പോൾ ബർമി നേരിട്ട് യുവറാണിയോട് ചോദിക്കുന്നു, എന്നെ പ്രേമിച്ചാൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ കാന്താരയിലേക്ക് വരേണ്ടി വരും. അത് നിങ്ങളെക്കൊണ്ട് പറ്റില്ല. അതെന്താ കഴിയാത്തത്? എനിക്കും നിങ്ങളുടെ കാന്താരയിൽ വരാൻ ആഗ്രഹമുണ്ട്. അത് ഈശ്വരൻ്റെ തോട്ടമല്ലേ, അവിടെ വന്ന് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും വേണ്ട, സുഖസൗകര്യത്തോടെ നിങ്ങൾ ഇവിടെ കഴിഞ്ഞതല്ലേ, നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ അതൊന്നും കിട്ടില്ല, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ബർമിയും കൂട്ടുകാരും ബാങ്ക്രയിലെ കച്ചവടം ഒക്കെ കഴിഞ്ഞ് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി നേരെ തിരിച്ച് കാന്താരയിലേക്ക് എത്തുകയാണ്. അവരുടെ കയ്യിൽ അവർ വാങ്ങിയ സാധനങ്ങളൊക്കെ കാന്താരയിലുള്ളവർ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിനെ ഓരോരുത്തരും കണ്ട് ഇതെന്നാത്ത സാധനം എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബർമി അവൻ്റെ അമ്മയോട് പറയുന്നു, അമ്മേ, ഇതേപോലുള്ള സാധനങ്ങൾ ഒരുപാട് നമ്മൾ കച്ചവടം ചെയ്ത് ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പോവുകയാ, നമ്മുടെ നാട് ഇനി മാറാൻ പോവുകയാ. അന്നേരം അമ്മ, നമ്മൾ ഇവിടെ കൃഷി ചെയ്തതും ഇവിടെ ഉള്ളതുമായിട്ടുള്ള എല്ലാ ധാന്യങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും ഒക്കെ പറിച്ചെടുത്ത് വ്യാപാരം ചെയ്ത് കഴിഞ്ഞു. ഇനി എവിടുന്നാ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ കിട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അമ്മേ, നമ്മൾ ഈ ഇട്ടാവട്ടത്തുള്ളത് മാത്രമേ ഇതുവരെ കൊണ്ടുപോയിട്ടുള്ളൂ. നമ്മുടെ കാന്താര പടർന്നു കിടക്കുകയല്ലേ, മറ്റൊരു ഭാഗത്തേക്ക് പോയി അവിടുന്ന് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവരും എന്ന് പറയുകയും അങ്ങനെ അതിനുശേഷം അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു വ്യത്യസ്തമായ ശബ്ദം. അത് എന്ത് ശബ്ദമാ എന്ന് എല്ലാവരും പേടിച്ച് ആയുധം എടുത്ത് റെഡിയായി നിൽക്കുമ്പോൾ ദേ പുറകിലൂടെ ഒരു കൊടൂര പുലി വന്നു നിൽക്കുന്നു. പുലിയെ കണ്ട ബർമിയും കൂട്ടാളികളും അവിടുന്ന് ഓടിപ്പോകാതെ ഒരുമിച്ച് നിന്ന് ആ പുലിയെ ആക്രമിക്കാതെ അത് പോകുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. എന്നാൽ ആ പുലി അവരെ വിട്ടുപോയില്ല, അവരെ ആക്രമിക്കാൻ ഭാവത്തിൽ മുന്നോട്ട് തന്നെ വരികയാണ്. അതിനാൽ ബർമി ആ പുലിയെ കൊല്ലാൻ തന്നെ തീരുമാനിച്ച് കത്തിയെടുത്ത് നിൽക്കുമ്പോൾ പുലിയാണെങ്കിൽ ബാക്കിയുള്ളവരെ മൈൻഡ് ചെയ്യാതെ ബർമിയുടെ അടുത്തേക്ക് തന്നെ വരികയാണ്. ആ വരവ് കാണുമ്പോൾ ബർമിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ വരികയാണ്. അങ്ങനെ ആ പുലി പതുക്കെ ബർമിയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ കണ്ണ് കാണുമ്പോഴാണ് അതൊരു കാവൽ ദൈവം ആണെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ പുലി ദൈവം ബർമിയെ കുറച്ചു നേരം കുറുകുറുന്ന് നോക്കിയിട്ട് ഒന്നും ചെയ്യാതെ അവിടുന്ന് പോവുകയും ചെയ്തു. ആ പുലി പോയതിനു ശേഷമാണ് അവർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ ഒരു കാവൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതായത് പുഴയിൽ നിന്നും തൃശൂലം പതിഞ്ഞിട്ടുള്ള ഒരു കല്ല് എടുത്തിരുന്നില്ലേ, ആ കല്ല് അവിടെയാണുള്ളത്. പുലി ദൈവം അവർക്ക് എന്തോ വഴി കാണിക്കുന്ന പോലെയാണ് അവർക്ക് ഫീലായത്. അതിനാൽ ആ പുലി പോയ അതേ ദിശ നോക്കി ഇവരും നടക്കാൻ തുടങ്ങി. അങ്ങനെ പോയി ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ പുലി പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. എന്നാൽ ബാക്കിയുള്ളവർക്ക് ഭയം തോന്നാൻ തുടങ്ങി. നമുക്ക് തിരിച്ചു പോകാം എന്ന് പറയുമ്പോൾ ബർമി ആണെങ്കിൽ, നിങ്ങൾ വരണ്ട, ഇനി അങ്ങോട്ട് ഞാൻ പോയിട്ട് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് മുന്നോട്ട് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കെ കുറച്ചു ദൂരം എത്തിയപ്പോൾ പെട്ടെന്ന് തീപ്പന്തം അണയുകയും അവൻ്റെ കാതിന് വേദനിപ്പിക്കുന്ന പോലത്തുള്ള ഒരു ശബ്ദവും കേൾക്കാൻ തുടങ്ങി. ആ ശബ്ദം സഹിക്കപ്പറ്റാതെ ബർമി അവിടുന്ന് ഓടാൻ തുടങ്ങി. ഓടി അവസാനം എത്തിയത് ഇവർ ആദ്യം നിന്നിട്ടുണ്ടായിരുന്ന ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ നിന്നിട്ടുള്ള അതേ സ്ഥലത്തേക്ക് തന്നെയാണ്. അതിനാൽ ഒന്നുകൂടി അതേ സ്ഥലത്തേക്ക് വീണ്ടും ഒറ്റയ്ക്ക് പോയപ്പോൾ വീണ്ടും അതേ ശബ്ദം. വീണ്ടും ഓടി തിരിച്ച് അതേ സ്ഥലത്തേക്ക്, ഫ്രണ്ട്സ് ഉള്ള അതേ സ്ഥലത്തേക്കാണ് എത്തുന്നത്. മൂന്നാമതായി ഒറ്റയ്ക്ക് പോകുന്നത് വേണ്ട, രണ്ടുപേരെ കൂടി കൂട്ടിയിട്ട് പോകാം എന്ന് തീരുമാനിച്ച് അവരെയും കൂട്ടിപ്പോയപ്പോൾ അവർക്കും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ആ ശബ്ദം സഹിക്കവയ്യാതെ ഓടി തിരിച്ചെത്തുന്നത് ആദ്യം നിന്നിട്ടുള്ള ആ കൂട്ടുകാരുടെ മുന്നിലേക്കാണ്. നോക്കിയാൽ അവിടെ മരത്തിൽ ഒരു കുരങ്ങച്ചനെ ആരോ കൊന്ന് കുത്തി തറപ്പിച്ച് വെച്ചിരിക്കുന്നത് കാണുകയാണ്. ആ കുരങ്ങൻ്റെ നേർക്ക് കത്തി വീശിയെറിഞ്ഞ് റിലീസ് ചെയ്ത് താഴേക്ക് വീഴ്ത്തുകയാണ്. അതുമാത്രമല്ല, മറ്റു വശത്തുള്ള ഓരോ മരത്തിൽ നിന്നും ഒരുപാട് കുരങ്ങുകൾ താഴേക്ക് വീഴുന്നത് കാണാം. അങ്ങനെ എല്ലാം താഴെ വീണപ്പോൾ ഇപ്പോൾ അവർക്ക് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അവർക്ക് ഒരു അപകടവും വരാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. കാന്താരയിലെ മറ്റൊരു ഭാഗത്തുള്ള മന്ത്രവാദം ഒക്കെ ചെയ്യുന്ന ടീംസ് ഉണ്ടല്ലോ, അവർക്ക് കാന്താരയുടെ മറുവശത്തുള്ള ബർമിയുടെ ആൾക്കാർ വന്ന കാര്യം മനസ്സിലായി. അതിനാൽ അവരുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. ഇതേ നേരം ബർമിയും കൂട്ടുകാരും ആണെങ്കിൽ അവർ അന്വേഷിച്ച് വന്ന കുരുമുളകും ഏലക്കയും ഉള്ള സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു.
അങ്ങനെ അവർ അത് കളക്ട് ചെയ്യാൻ തുടങ്ങി. അന്നേരം പെട്ടെന്ന് ഒരു കോടാലി വന്ന് ബർമിയുടെ ഒരു ഫ്രണ്ടിന്റെ തലക്ക് ഒരൊറ്റ പതിക്കൽ അവൻ തെറിച്ച് താഴെ വീണ് മരിച്ചു പോവുകയും ചെയ്തു. ആരാ അത് ചെയ്തത് എന്ന് എല്ലാവരും ഭയന്നു നോക്കി നിൽക്കെ മന്ത്രവാദി ഗ്യാങ്ങിൽ ഉള്ളവരായിരുന്നു. അവർ ഇവരെ വളയുകയും ചെയ്തു. അവരാണെങ്കിൽ ബർമിയുടെ ആൾക്കാരെക്കാൾ കൂടുതൽ ശക്തരായിരുന്നു. എല്ലാവരും കൂടി ബർമിയെയും കൂട്ടുകാരെയും ചാമ്പാൻ തുടങ്ങി. അടി എന്ന് വെച്ചാൽ പൊരിഞ്ഞ അടി, അടിയോടടി. എന്നാൽ ബർമി ബുദ്ധിയുള്ള വ്യക്തിയാണ്. അതിനാൽ ഓരോരുത്തരെയും യുദ്ധത്തിൽ നിന്ന് മെല്ലെ മെല്ലെ മാറി മരത്തിൽ ഒളിഞ്ഞു നിൽക്കാൻ പറയുകയും അങ്ങനെ ഒളിഞ്ഞു നിന്ന് ഓരോരുത്തരെയും ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ പോരാടി ഒടുവിൽ ബർമിയുടെ ടീം വിജയിക്കുകയും ചെയ്തു. എന്നാൽ അവർക്ക് വീണ്ടും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. അന്നേരം പെട്ടെന്ന് കാട്ടിലുള്ള ഒരുപാട് കുരങ്ങുകൾ ഓടി വന്ന് ബർമിയെയും കൂട്ടുകാരെയും കടിച്ചു മാന്തി തിന്നാൻ തുടങ്ങി. ബർമിയെ തലക്കീഴായി തൂക്കി നിർത്തിയ ശേഷം അവിടേക്ക് മന്ത്രവാദി ഗ്യാങ്ങിലെ തലവന്റെ ഒരു മകനുണ്ട്. അവൻ വന്ന് വാളെടുത്ത് ബർമിയുടെ കഴുത്ത് വെട്ടാൻ നോക്കുമ്പോൾ ബർമിയുടെ ജീവൻ പോകും എന്നായപ്പോൾ പെട്ടെന്ന് മരണമാസ എൻട്രി നടത്തുന്നു പുലിദൈവം വന്ന് ചാടി അവന്റെ കൊരവളി കടിച്ച് പൊട്ടിച്ച് അവനെ കൊന്നു തിന്നുമ്പോൾ ആ പുലിദൈവത്തെ കണ്ട കുരങ്ങച്ചന്മാരെല്ലാം അവിടുന്ന് ഓടിപ്പോവുകയും ചെയ്തു. അതേപോലെ പുലിദൈവം ബർമിയെ രക്ഷിച്ചു പോകുമ്പോൾ ബർമി അത് തന്നെ രക്ഷിക്കാൻ വന്ന ദൈവമായി കാണുകയാണ്. എന്നാൽ വേദനിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ ബർമിയുടെ ഒരു ഫ്രണ്ടുകാരൻ മരിച്ചു പോയിരുന്നു. അതിനാൽ ഇവരുടെ ഗ്യാങ് ലീഡർ ജപ്പണ്ണ ഇവരെ വഴക്ക് പറയുകയാണ്. എന്തിനാ അങ്ങോട്ട് പോയത്, ആരാ നിങ്ങളോട് പോകാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ബർമി പറയുന്നു, ഞങ്ങൾ തനിയെ പോയതല്ല, ഞങ്ങളെ പുലിദൈവം കൂട്ടിക്കൊണ്ടു പോയതാ. അതേപോലെ വഴിയിൽ ത്രിശൂലം ഉള്ള കല്ല് കണ്ടതും പറയുകയാണ്. അതിനാൽ ആ കല്ല് എടുത്തുകൊണ്ടുവന്ന് ഇവിടെയുള്ള ദൈവസന്നിധിയിൽ വെച്ച് പൂജ ചെയ്യാൻ തുടങ്ങി. ഇതേ നേരം കാന്താരയിലെ മറ്റൊരു ഭാഗത്ത് മന്ത്രവാദി ഗ്യാങ്ങിലെ അവരുടെ മകനെ പുലി കൊന്ന കാര്യം ഇപ്പോൾ ഭാര്യയോട് പറയുകയാണ്. ആ അമ്മ മകനെ നഷ്ടപ്പെട്ടതോർത്ത് വിങ്ങിക്കരയുകയാണ്. ഇപ്പോൾ ബർമിയുടെ ഗ്യാങ്ങിലെ ലീഡർ ആ മന്ത്രവാദി ഗ്യാങ്ങിനെ കുറിച്ച് ഒരു കഥ പറയാൻ തുടങ്ങി. അതായത് മന്ത്രവാദി ഗ്രാമവാസികൾ താമസിച്ചിരുന്ന നാട്ടിൽ ഒരു വെള്ളപ്പൊക്കം വന്ന് അവരുടെ ആൾക്കാരെ ഒക്കെ കൊണ്ടുപോയി. അതിനാൽ ഈ ഗ്രാമത്തിൽ വന്ന് ഇവിടെ താമസിക്കട്ടെ എന്ന് അനുവാദം ചോദിച്ച് അങ്ങനെ ഇവിടെ താമസം ആരംഭിച്ചു. എന്നാൽ മന്ത്രവാദികൾ അവരുടെ പരിപാടി തുടങ്ങി. അതായത് അവർ കൂടോത്തരം മന്ത്രവാദം ഒക്കെ ചെയ്യുന്നവരാണല്ലോ. അങ്ങനെ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ദൈവപ്രതിഷ്ഠയുള്ള സ്ഥലത്തേക്ക് പോയി ആവാഹിച്ച് ദൈവത്തിൻ്റെ ശക്തി അവർ എടുക്കാൻ നോക്കിയിരുന്നു. എന്നാൽ തുടക്കത്തിൽ അതിന് അവർക്ക് കഴിഞ്ഞില്ല. എന്നിട്ടും പിന്മാറാതെ അവർ കുരങ്ങച്ചനെ വെച്ച് അതിൻ്റെ കണ്ണീർ ഉപയോഗിച്ച് എന്തൊക്കെയോ കൂടോത്തര മന്ത്രവാദം ഒക്കെ ചെയ്ത് ദൈവത്തിൻ്റെ ശക്തിയെ അവരുടെ കീഴിലാക്കി. അതിനാൽ ഇവിടെയുള്ള പൂക്കളൊക്കെ വാടിപ്പോയിരുന്നു, മൃഗങ്ങളൊക്കെ മരിക്കാനും തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മന്ത്രവാദികൾ എന്തൊക്കെയോ തരികിട ഒപ്പിച്ചിട്ടുണ്ടെന്ന് കാന്താരയിലുള്ളവർ മനസ്സിലാക്കിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, അവരെയൊക്കെ അടിച്ചു ഓടിക്കാൻ വേണ്ടി നോക്കി. എന്നാൽ അവരും തിരിച്ച് ആക്രമിച്ച് ഇവിടെ കീഴടക്കാൻ നോക്കുമ്പോഴാണ് കൃത്യം അവിടേക്ക് പുലിദൈവം വന്നത്. പുലിദൈവം അവരുടെ മെയിൻ ആൾക്കാരെ കടിച്ച് കൊല്ലുകയും ചെയ്തു. ബാക്കിയുള്ളവരെ കാന്താരയിലെ ആൾക്കാർ അടിച്ചു ഓടിക്കുകയായിരുന്നു. എന്നിട്ടും ബാക്കിയുള്ളവർ വെറുതെ നോക്കി നിന്നില്ല. എന്താ ചെയ്തത് എന്ന് വെച്ചാൽ കാന്താരയുടെ മറ്റൊരു ഭാഗത്തേക്ക് പോയി വീണ്ടും കൂടോത്തരം മന്ത്രവാദം ഒക്കെ ചെയ്ത് കാന്താരയിലെ ദൈവത്തിൻ്റെ ശക്തിയെ അവരുടെ കീഴിലാക്കാൻ ശ്രമിച്ചിരുന്നു. അതേപോലെ പുലിദൈവം ബർമിയെ സുഗന്ധവ്യഞ്ജനങ്ങളുള്ള സ്ഥലം കാണിച്ചു കൊടുക്കാൻ വഴി കാണിച്ച് കൂട്ടിക്കൊണ്ടു പോയതായിരുന്നില്ല. പണ്ട് മന്ത്രവാദികൾ കുരങ്ങിനെ കൊന്ന് ആവാഹിച്ചു വെച്ചതൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടി കൂട്ടിക്കൊണ്ടു പോയതായിരുന്നു. ആ ഒരു കുരങ്ങിനെ റിലീസ് ചെയ്തതോടെ ബാക്കിയുള്ള മന്ത്രച്ചടങ്ങ് വെച്ച് കൂടോത്രം ചെയ്തു വെച്ച കുരങ്ങുകളൊക്കെ താഴെ വീഴുകയും അങ്ങനെ ആ കൂടോത്രത്തിന്റെ ശക്തി നഷ്ടപ്പെടുകയും ചെയ്തു. അതായത് ബർമിയാണ് ദൈവത്തിന്റെ ശക്തിയെ സംരക്ഷിച്ചത്. ഇപ്പോൾ ബാംഗ്രയിലെ കുലശേഖരൻ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കുന്നത് കാണാം. അതേപോലെ കാന്താരയിലെ ആൾക്കാർ ഇവിടെ വന്ന് കച്ചവടം ചെയ്യുന്ന കാര്യം ഇതുവരെ രാജാവ് അറിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഒരു ഭടൻ വന്ന് അക്കാര്യം പറയുകയും ചെയ്തു. അതുമാത്രമല്ല, നമ്മുടെ യുവറാണി കനകാവതി ആ ബർമിയുടെ കൂടെ നടക്കുന്നത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അവന്റെ ഉദ്ദേശം മറ്റൊന്നാണ്. അവൻ എങ്ങനെയെങ്കിലും ഇവിടെയുള്ള സിംഹാസനം കൈക്കലാക്കാൻ ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. ഈ നാടിന്റെ രാജാവാകാനായിരിക്കും അവൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞതും കുലശേഖരൻ ഒരു വാളെടുത്ത് ആ ഭടന്റെ കഴുത്തിലേക്ക് ഒരൊറ്റ വെട്ട്. എന്നിട്ട് എല്ലാവരും പോയിട്ട് ആ കാന്താരയിൽ നിന്ന് വന്ന എല്ലാവരുടെയും തല വെട്ടിയെടുത്തു കൊണ്ടുവാ എന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അത് കേട്ട് മന്ത്രിയും കുറച്ചു പേരെയും കൂട്ടി മാർക്കറ്റിലേക്ക് പോവുകയാണ്. പോകാൻ ആദ്യം വിളിക്കുന്നത് ബൂബയെ ആണ്. എന്തെന്നാൽ അവനാണല്ലോ ഇവിടെ കച്ചവടം ചെയ്യാൻ പെർമിഷൻ കൊടുത്തത്. അതിനാൽ ചാട്ടബാർ കൊണ്ട് ഒരൊറ്റ അടി കൊടുത്ത്, എടാ ബൂബെ, നീ എന്താ ഈ രാജ്യം നശിക്കാൻ വേണ്ടി തീരുമാനിച്ചിറങ്ങിയതാണോ? കാന്താരയിൽ ഉള്ളവരെ എന്തിനാണ് ഇവിടെ കച്ചവടം ചെയ്യാൻ അനുമതി നൽകിയത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരുടെയും മുൻപിൽ ഇൻസൾട്ട് ചെയ്തതിനാൽ, എടാ വേണ്ട, എല്ലാവരും എന്നെ
ഒരുമാതിരി നോക്കുന്നുണ്ട്, എന്തുണ്ടെങ്കിലും നമുക്ക് അകത്തു പോയിരുന്ന് സംസാരിക്കാം എന്ന് പറയുമ്പോൾ കാണട്ടെ, എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ബൂബയെ അടിക്കാൻ തുടങ്ങി. എടാ, ഞാൻ രാജാവിൻ്റെ ഫ്രണ്ടാടാ, ആ ഒരു മര്യാദ എങ്കിലും എനിക്ക് താ എന്ന് പറഞ്ഞെങ്കിലും അവൻ ഒന്നും നോക്കാതെ വീണ്ടും വീണ്ടും അയാളെ അടിക്കുകയാണ്. എന്നാൽ അത് കണ്ട ബർമിക്ക് വെറുതെ ഇരിക്കാൻ പറ്റിയില്ല. ചാട്ടവാർ പിടിച്ച് എല്ലാറ്റിനെയും അടിച്ച് പരത്തി വിട്ട ശേഷം ഇനി മുതൽ ആരും ആർക്കും കപ്പം കെട്ടേണ്ട ആവശ്യമില്ല, ഒരു പങ്കും നൽകേണ്ട ആവശ്യമില്ല, ഇവിടെ ആർക്ക് വേണമെങ്കിലും വ്യാപാരം നടത്താം, തുറമുഖത്ത് ആർക്ക് വേണമെങ്കിലും വ്യാപാരം നടത്താം, ഇനി മുതൽ ഈ തുറമുഖം എൻ്റെ കീഴിലാണ് എന്ന് പറഞ്ഞ് വിടുകയാണ്. അങ്ങനെ അടികൊണ്ട മന്ത്രിയും കൂട്ടുകാരും നേരെ രാജാവിൻ്റെ മുമ്പിൽ എത്തി അവശനായി നിൽക്കുമ്പോൾ അതൊക്കെ കേട്ട് കലിപ്പിലായ കുലശേഖരൻ മന്ത്രിയുടെ തലവെട്ടാൻ വേണ്ടി പോകുമ്പോൾ കൃത്യം അവിടേക്ക് അവൻ്റെ അച്ഛൻ രാജശേഖരൻ വന്നിട്ട്, നീ എന്താണ് വീണ്ടും വീണ്ടും പൊട്ടത്തരം കളിക്കുന്നത്? നീ ഇങ്ങനെ പൊട്ടത്തരം കളിച്ച് നടക്കുന്നത് കൊണ്ടാണ് ആ തുറമുഖം വീണ്ടും നമ്മുടെ കൈവിട്ടു പോയത്. അന്നേരം കുലശേഖരൻ, ഓ നിങ്ങളായിരുന്നോ? എനിക്കൊരു സംശയം, ഞാൻ തന്നെയാണോ ഇവിടുത്തെ രാജാവ്? ഞാൻ രാജാവാണെങ്കിൽ എല്ലാ അധികാരവും എൻ്റെ കയ്യിലല്ലേ വേണ്ടത്? ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളാണല്ലോ തീരുമാനമെടുക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ മകളാണെങ്കിൽ ആ കാന്താരയിലുള്ള ആ ചെക്കൻ്റെ കൂടെ നാട് മൊത്തം കറങ്ങി നടക്കുകയാ. അത് കേട്ട് ദേഷ്യം വന്ന രാജശേഖരൻ, മതി നിർത്ത്, ഇനി നീ ഒന്നും സംസാരിക്കേണ്ട, ഇനിയുള്ള കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. അല്പം കഴിഞ്ഞ് യുവറാണി തൻ്റെ ജ്യേഷ്ഠനെ കുലശേഖരനെ സമാധാനിപ്പിക്കാൻ നോക്കുകയാണ്. നീ എന്തിനാ അച്ഛൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒന്ന് സമാധാനത്തോടെ സംസാരിച്ചൂടെ? എന്നാൽ അവൻ അതൊന്നും തല കൊടുക്കാതെ അവൻ്റെ ഭാഗത്താണ് ന്യായം എന്ന രീതിയിൽ അവൻ സംസാരിക്കുകയാണ്. അതിനുശേഷം രാജശേഖരനും ബാക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് കുലശേഖരൻ വന്നിട്ട്, എന്നോട് ക്ഷമിക്കണേ അച്ഛ, എല്ലാവരുടെയും മുൻപിൽ അപമാനപ്പെടുത്തുന്ന പോലെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു. അതേപോലെ ഞാൻ കാരണം ഉണ്ടായ പ്രശ്നം ഞാൻ തന്നെ തീർക്കാം, അതിന് എൻ്റെ ഒരു വഴിയുണ്ട് എന്ന് പറയുമ്പോൾ രാജശേഖരൻ ഇപ്പോൾ അവൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുകയാണ്. നീ കാര്യം പറ എന്ന് പറയുമ്പോൾ അവൻ പറയുന്നു, അത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. കാന്താരയുടെ ആൾക്കാർ നമ്മുടെ ബാങ്ക്രയിലേക്ക് വന്ന് കാല് കുത്തിയതുപോലെ നമ്മളും അവിടെ പോയി കാലെടുത്ത് വെക്കണം. ആ നാട് മൊത്തം യുദ്ധം ചെയ്ത് നശിപ്പിച്ച് കളയണം. എന്നാൽ അത് കേട്ട രാജശേഖരൻ വീണ്ടും കലിപ്പിൽ, നിനക്ക് കുറച്ച് ബുദ്ധി വെച്ചു എന്നാ ഞാൻ കരുതിയത്, ഇപ്പോൾ മൊത്തം ബുദ്ധിയും പോയി എന്നാ തോന്നുന്നത്. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഇനി എൻ്റെ കൺമുമ്പിൽ കാണരുത്, എഴുന്നേറ്റ് പോടാ ഇവിടുന്ന്. അത് കേട്ട് കുലശേഖരൻ ചിരിച്ചിട്ട്, അച്ഛാ, ഇവിടുന്ന് എപ്പോൾ എഴുന്നേറ്റ് പോകണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അതേപോലെ ഈ പദവിയിൽ ഞാൻ ഇരിക്കണോ വേണ്ടയോ എന്നും ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. എന്തെന്നാൽ ഈ നാട്ടിലെ രാജാവ് ഞാൻ തന്നെയല്ലേ? ഇനി നീ സംസാരിച്ചാൽ നിന്നെ പട്ടാഭിഷേകം നൽകി രാജാവാക്കിയ എൻ്റെ ഈ കൈ കൊണ്ട് തന്നെ നിന്നെ നാടുകടത്തും ഞാൻ. ഓ, നിങ്ങൾക്ക് അത്രയും ധൈര്യം വന്നോ? അതിന് പറ്റുമെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്ക്. അത് കേട്ട് ദേഷ്യം മൂക്കിൻ്റെ ചുണ്ടിൽ വന്ന രാജശേഖരൻ വാളെടുത്ത് അവനെ വെട്ടാൻ കൈ പൊക്കാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന് അതിന് പറ്റുന്നില്ല. ശരീരം തളരുന്നത് പോലെ ഒരു ഫീൽ. ഭക്ഷണത്തിൽ ഇനി വല്ല വിഷവും കലർത്തിയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ അങ്ങനെയല്ല, ശരീരം തളർന്നു പോകുന്നത് പോലെ എന്തോ ഒരു മരുന്ന് കലർത്തിയിരുന്നു. അച്ഛാ, നമ്മുടെ മുത്തശ്ശന് ചെയ്യാൻ പറ്റാത്തതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതും ഞാൻ ചെയ്തു കാണിക്കാം. ആ കാന്താരയെ ഞാൻ ഉന്മൂലനാശം ചെയ്തു കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നേരെ പോകുന്നതിന് മുൻപ് അനിയത്തിയുടെ അടുത്ത് നിന്നിട്ട്, ഏയ് ചെല്ലക്കുട്ടി, നീ എന്താ ചിന്തിക്കുന്നേ? ആ ബർമിയെ കല്യാണം കഴിച്ച് അവനെ രാജാവാക്കി അവൻ്റെ റാണിയായി നിനക്ക് കഴിയാമെന്നോ? അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ പോയി അവൻ്റെ തല വെട്ടി നിനക്ക് പാർസലായിട്ട് അയച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ എല്ലാ പടയാളികളെയും കൂട്ടി കാന്താര ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. അർദ്ധരാത്രി ആയതിനാൽ കാന്താരയിലെ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിലുള്ളവരെ കൊല്ലുന്നത് യോദ്ധാവിന് ചേർന്ന പണിയല്ല എന്ന് പറഞ്ഞ് എല്ലാവരെയും ഉണർത്ത് എന്ന് പറയുകയും അങ്ങനെ ബാൻഡ് അടിച്ച് അവിടെയുള്ള എല്ലാവരെയും ഉണർത്താൻ തുടങ്ങി. എന്നിട്ട് അവരുടെ കയ്യിലുള്ള തീ അമ്പ് എയ്ത് കുടിലിലേക്ക് തീയിട്ട് എല്ലാവരെയും നശിപ്പിക്കാൻ തുടങ്ങി. ചിലർ മക്കളെ രക്ഷിക്കണോ, അച്ഛനെ രക്ഷിക്കണോ, മുത്തശ്ശിയെ രക്ഷിക്കണോ എന്നൊന്നും അറിയാതെ, എന്ത് ചെയ്യണം എന്നറിയാതെ തലങ്ങും വിലങ്ങും ഓടാൻ തുടങ്ങി. അതിൽ ചിലർ തിരിച്ച് ആക്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കൊന്നും പിടിച്ചു നിൽക്കാനേ പറ്റുന്നില്ല. കാരണം കുലശേഖരന്റെ പടയിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. കുലശേഖരന്റെ പടയാളികൾ അവിടെയുള്ള ചെറിയ കുട്ടികൾ എന്നോ വലിയവരെന്നോ ഒന്നും നോക്കാതെ, സ്ത്രീകളെന്നോ പോലും നോക്കാതെ എല്ലാവരെയും വെട്ടി നുറുക്കാൻ തുടങ്ങി. ഓരോരുത്തരും മരിച്ചു വീഴുന്നത് കണ്ട് ബർമിയുടെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. ആക്ച്വലി ഒരിക്കൽ ഈ അമ്മ സ്വപ്നം കണ്ടത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളായിരുന്നു. അതിനാൽ ഇപ്പോൾ അവരുടെ ദൈവങ്ങളുടെ മുൻപിൽ, അവർ ആരാധിക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ മുട്ടുകുത്തിയിരുന്ന് പാട്ടുപാടി ദൈവത്തോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ ശക്തിയെ ഉണർത്താൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ബർമിക്ക് തൻ്റെ നാട്ടുകാർ കരയുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങുന്നത്. നാട്ടിൽ അപകടം
ഉണ്ടെന്നറിഞ്ഞ് ബർമി അങ്ങോട്ടേക്ക് ഓടിപ്പോകാൻ തുടങ്ങി. ബർമിയുടെ അമ്മയെ ആണെങ്കിൽ ഒരു ഭടൻ അമ്മയുടെ തലമുടിക്ക് പിടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ്. അത് കണ്ട ബർമിക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാതെ വിറളി പിടിച്ചു നിൽക്കുമ്പോൾ വേണ്ട അമ്മയെ ഒന്നും ചെയ്യല്ലേ എന്ന് എത്ര പറഞ്ഞിട്ടും കേട്ടില്ല. കുലശേഖരൻ വാളെടുത്ത് അമ്മയുടെ കഴുത്ത് ഒരൊറ്റ വെട്ടൽ. సంఖ్యదయలు తంకన పలుతుంది ధర్మను పగులుగా స్వామి గుడిగా ില്ല കുലശേഖരൻ വാളെടുത്ത് അമ്മയുടെ കഴുത്ത് ഒരൊറ്റ വെട്ടൽ. അത് കണ്ട് ബർമി ഓടിച്ചാടി കുതിച്ചത് ആ ഒരു ദൈവത്തിൻ്റെ ശക്തി കൊടിയിരിക്കുന്ന കിണറ്റിൻ്റെ മുകളിലൂടെ ആയിരുന്നു. ആ കുതിപ്പിൽ ദൈവത്തിൻ്റെ ശക്തി ബർമിയുടെ ശരീരത്തിലേക്ക് കയറുകയും ചെയ്തു. എടുത്ത് ചാടുമ്പോൾ ബർമി മാത്രമായിരുന്നെങ്കിൽ ആ ചാട്ടത്തിനൊടുവിൽ ഭൂമിയിൽ കാലുകുത്തുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി കയറിയ ബർമിയായിരുന്നു. ദൈവം കയറിയ ബർമി അവിടെ സംഹാര താണ്ഡവം ആടിക്കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ കണ്ട് കുലശേഖരൻ ചിരിച്ചുകൊണ്ട് ഇതെന്താ ഡാൻസ് ആണോ, നമ്മൾ ഡാൻസ് കാണാൻ വന്നതാണോ, അവനെ അടിച്ച് ഒതുക്കടാ എന്ന് പറയുമ്പോൾ അവർ ബർമിയുടെ നേർക്ക് ഓടി വരുമ്പോൾ പറന്ന് ഒരൊറ്റ ഇടി അവരുടെ ബോധം തന്നെ പോയി നിലത്ത് വീഴുകയാണ്. അതിൽ രണ്ടുപേരുടെ ശരീരം രണ്ട് കൈയിൽ എടുത്ത് തുണി അലക്കുന്ന പോലെ നിലത്തിട്ട് കൊട്ടി അലക്കി വലിച്ചെറിയുകയാണ്. വീണ്ടും ബാക്കിയുള്ളവർ ആക്രമിക്കാൻ വരുമ്പോൾ അവരെയും അടിച്ച് നിരപ്പാക്കി നേരെ അവിടെയുള്ള കിണറ്റിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. പോയോ, ഇനി അത് തിരിച്ചു വരില്ലേ എന്ന് വിചാരിച്ച് ബാക്കിയുള്ളവർ കിണറ്റിലേക്ക് എത്തി നോക്കുമ്പോൾ പെട്ടെന്ന് ബർമി കിണറ്റിൽ നിന്ന് പുറത്തേക്ക് ഒരൊറ്റ വരവ്. അതൊക്കെ കണ്ട് ഇപ്പോൾ കുലശേഖരൻ അതിശയിച്ച് ഒരൽപ്പം ഭയത്തോടെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ്. ബർമി ആണെങ്കിൽ അവരുടെ കയ്യിലെ തീപ്പന്തം പിടിച്ചു വാങ്ങി ഓരോരുത്തരെയും അടിച്ച് ഒതുക്കാൻ തുടങ്ങി. അടിച്ചത് മാത്രമല്ല, ഒരുത്തനെ തോളിലിട്ട് നേരെ മരത്തിൻ്റെ മുകളിലേക്ക് കയറി കാടിന് മുകളിൽ കയറി നിന്ന് സംഹാര താണ്ഡവം ആടിയ പോലെ അലറുകയാണ്. കുലശേഖരൻ എന്താ സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെ മുകളിലോട്ട് നോക്കി നിൽക്കെ പെട്ടെന്ന് ബർമി താഴേക്ക് പറന്നു വന്ന് കുലശേഖരനെ പിടിച്ച് അവൻ്റെ കഴുത്തിലെ കൊരവളി കടിച്ചു കീറി കൊലപ്പെടുത്തിയ ശേഷം അവൻ്റെ മുത്തശ്ശനെ എങ്ങനെയാണോ വലിച്ചുകൊണ്ടു പോയതോ അതേപോലെ ഇപ്പോൾ അവനെയും വലിച്ചുകൊണ്ട് കിണറ്റിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് മായാരൂപൻ പ്രത്യക്ഷപ്പെട്ടു വന്ന് അവൻ്റെ തലയിൽ കൈവച്ച് അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ഗുളികൻ ദൈവത്തെ ഒഴിപ്പിച്ചു വിടുകയും ചെയ്തു. ബർമിയുടെ ബോധമാണെങ്കിൽ പോയിരുന്നു. എന്നാൽ അവൻ ഉണരുന്നത് പിറ്റേ ദിവസം രാവിലെയായിരുന്നു. അവന് കാണുന്നത് അവൻ്റെ ഗ്രാമത്തിലെ കുറേ പേർ മരിച്ചു കിടക്കുന്നതാണ്. അതൊക്കെ കണ്ട് ബർമി ഒരുപാട് വിഷമിച്ച് കരയുകയാണ്. ഇതേ നേരം ബാങ്ക്രയിൽ ആണെങ്കിൽ കൊല്ലപ്പെട്ട കുലശേഖരൻ്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്തുകയാണ്. അതേപോലെ കുലശേഖരൻ തളർത്താൻ വേണ്ടി അച്ഛന് രാജശേഖരന് മരുന്ന് കൊടുത്തിരുന്നില്ലേ, അങ്ങനെ തളർന്നു കിടന്ന അച്ഛൻ ഇപ്പോൾ പൂർണ്ണമായി സുഖപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു. നേരെ മകൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്തേക്ക് ഓടിപ്പോയി നോക്കിയും മകന് കൊള്ളിവെച്ച ശേഷം എൻ്റെ മകൻ മരണപ്പെടുമ്പോൾ നിങ്ങളൊക്കെ നോക്കി നിന്നതാണോ എന്ന് പറഞ്ഞ് ഒരു ഭടനെ വെട്ടിക്കൊല്ലുകയും ചെയ്തു. ഇതേ നേരം കാന്താരയിൽ ആണെങ്കിൽ ബർമി തൻ്റെ അമ്മ മരിച്ചതിൽ ദുഃഖിച്ച് ഒടുവിൽ അമ്മയ്ക്ക് വേണ്ട മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്യുകയാണ്. ബാങ്ക്രയിൽ ആണെങ്കിൽ അവിടെ ഒരു അമ്പലം നിർമ്മിക്കുകയായിരുന്നില്ലേ, അമ്പലത്തിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ചപ്പോൾ ആ ശിവലിംഗത്തിൽ ഒരു ക്രാക്ക് വീണത് കാണുകയാണ്. അതിനാൽ എന്തോ ഒരു അപശകുനം ഉണ്ടെന്ന് രാജശേഖരന് മനസ്സിലായി. കാന്താരയിൽ ആണെങ്കിൽ യുദ്ധം നടന്നതിൽ എല്ലാവരും പ്രതിസന്ധിയിൽ ആണല്ലോ. എന്നാൽ അവരെ രക്ഷിക്കാനായി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ബർമി രക്ഷപ്പെടുത്തിയ ഭൂപയും അവൻ്റെ മകനും തുറമുഖത്തുള്ള എല്ലാ വ്യാപാരികളും ഒരുമിച്ച് നിന്ന് കാന്താരയിലെ ജനങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുക്കുകയാണ്. കഷ്ടകാലത്ത് അവരൊക്കെ കൂടെ നിന്നതിനാൽ ബർമിക്ക് ആനന്ദ കണ്ണീർ വരികയാണ്. ബാങ്ക്രയിൽ ആണെങ്കിൽ രാജശേഖരനും മകൾ കനകാവതിയും ചേർന്ന് ബാക്കി ഗുരുക്കളെയൊക്കെ ക്ഷണിച്ചു വരുത്തി എന്തോ അപശകുനം ഉള്ളത് പോലെ ഉണ്ട്, എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാറ്റിനും കാരണം കാന്താരയിലെ ശിവഭഗവാന്റെ മക്കളെ ദ്രോഹിച്ചത് കൊണ്ടാണ്. അവരെ ഉപദ്രവിച്ചാൽ ശിവഭഗവാൻ എങ്ങനെയാണ് ഇവിടെ കുടിയിരിക്കുക,
ശിവഭഗവാൻ മനസ്സ് വെക്കുന്നതുവരെ ഇവിടെ ശിവനെ കുടിയിരിപ്പിക്കാൻ പറ്റില്ല. ശിവഭഗവാനെ പ്രീതിപ്പെടുത്താൻ എന്താ ചെയ്യേണ്ടത് എന്ന് പോലും ഇവർക്കറിയില്ല. അങ്ങനെ കനകാവതി കുറച്ചു പേരെ കൂട്ടി കാന്താരയിലേക്ക് യാത്ര ആരംഭിച്ചു. അവിടെ കണ്ട കാന്താരയിലെ മക്കൾ അങ്ങോട്ടേക്ക് വിടാതെ പകുതിയിൽ നിർത്തുകയാണ്. ഇങ്ങോട്ടേക്ക് കാലുകുത്തിയാൽ എല്ലാത്തിനെയും കൊല്ലും എന്ന് പറഞ്ഞ് വിരട്ടി നിർത്തുകയാണ്. എന്നാൽ ഇവറാണി കനകാവതി കൈകൂപ്പി നിന്ന്, ഞങ്ങൾ നിങ്ങളുമായി വഴക്കിടാനോ യുദ്ധം ചെയ്യാനോ വന്നതല്ല, പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി വന്നതാ. അത് ശരി, എൻ്റെ ആൾക്കാരെ കൊന്നിട്ട് ഇനി അതിൻ്റെ സമാധാനം കേൾക്കാൻ വേണ്ടി വന്നതാണോ? ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കോ. നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, എല്ലാം ഞങ്ങളുടെ ഭാഗത്താണ്. ഞങ്ങൾ നിർമ്മിച്ച ശിവന്റെ കോവിലിൽ ഞങ്ങൾക്ക് ശിവന്റെ ശിലയെ വെക്കാൻ പറ്റുന്നില്ല. അതിന് കാരണം നിങ്ങളോട് നമ്മുടെ ആൾക്കാർ ചെയ്ത ദ്രോഹമാണ്. അതൊക്കെ മാറണമെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള നിങ്ങളുടെ കാന്താരയിലുള്ള ദൈവങ്ങളെ ആ കോവിലിൽ പ്രതിഷ്ഠിപ്പിക്കണം. അതിന് നിങ്ങളോട് സമ്മതം ചോദിക്കാനാണ് ഞാൻ വന്നത്. അത് കേട്ട് അത് ശരി, ഒരിക്കലും നടക്കില്ല. ഞങ്ങൾ പവിത്രമായി കൊണ്ടു നടക്കുന്ന നമ്മുടെ കാവൽ ദൈവങ്ങളെ ഞങ്ങൾ ഒരിക്കലും നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് തരില്ല എന്ന് പറയുമ്പോൾ, ഞങ്ങൾ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല, നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. ഇനി ഇക്കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് കാന്താരയുടെ മക്കളായ നിങ്ങളാണോ അതോ കാവൽ ദൈവമാണോ എന്ന് അവൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ ബർമിക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. എന്തെന്നാൽ ചിലപ്പോൾ കാവൽ ദൈവത്തിന് അങ്ങോട്ട് പോകാൻ ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ. ദൈവത്തെ തടഞ്ഞു നിർത്താൻ നമുക്കാവില്ലല്ലോ. എന്നാലും കാവൽ ദൈവത്തിനോട് അനുമതി ചോദിക്കണം എന്ന് പറഞ്ഞ് അവരങ്ങനെ കാവൽ ദൈവത്തിന്റെ വേഷം തെയ്യം കെട്ടി ആടി അനുവാദം ചോദിക്കുകയാണ്. അന്നേരം കാവൽ ദൈവം എന്താ പറയുന്നത് എന്ന് വെച്ചാൽ, എനിക്ക് വേർതിരിവില്ല, എല്ലാം എൻ്റെ മക്കളാണ്. നിങ്ങളെ ഞാൻ സംരക്ഷിക്കുന്നത് പോലെ ആ രാജ്യത്തുള്ളവരെയും എനിക്ക് രക്ഷിക്കണമല്ലോ. അവരും മനുഷ്യരാണ്, എൻ്റെ മക്കളാണ്. അവർക്കും എന്നെ ആവശ്യമുണ്ടല്ലോ. അതിനാൽ ഒരു തവണ പോകേണ്ടിയിരിക്കുന്നു. എന്നെ എങ്ങനെ അവർ സ്വീകരിക്കുമെന്ന് കാണാം എന്ന് കാവൽ ദൈവം പറഞ്ഞു പോവുകയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അവിടെയുള്ള കാവൽ ദൈവത്തിൻ്റെ ശിലയൊക്കെ എടുത്ത് കാന്താരയിൽ നിന്നും ബാങ്ക്രയിലേക്ക് അവർ പോകാൻ തുടങ്ങി. അങ്ങനെ ബാങ്ക്രയിൽ എത്തി അവർ എല്ലാവരും ചേർന്ന് ഒരു വേർതിരിവും ഇല്ലാതെ ഒരു ഉത്സവം പോലെ കൊണ്ടു നടന്ന് ആ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തുകയാണ്. കനകാവതി ബർമിയുമായി കൂടുതൽ അടുക്കാൻ ശ്രമിച്ചെങ്കിലും ബർമിക്ക് തൻ്റെ സഹോദരങ്ങൾ നാട്ടുകാർ ഒക്കെ കൊല്ലപ്പെട്ടത് ഓർത്ത് ഇവരോട് ഉള്ളിൽ ഒരു ചെറിയ ദേഷ്യം ഇപ്പോഴുമുണ്ട്. കാന്താരയിൽ നിന്നും 10 ദൈവപ്രതിഷ്ഠയാണ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ചടങ്ങുകളൊക്കെ നല്ല രീതിയിൽ നടക്കാൻ തുടങ്ങി. ഒടുവിൽ ശിവലിംഗം കോവിലിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച് ശിവന് വേണ്ടിയുള്ള പൂജാകാര്യങ്ങളൊക്കെ ചെയ്ത് കൃത്യമായ സമയത്ത് തന്നെ കുംഭാഭിഷേകം ഒക്കെ ചെയ്ത് ആ പ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ബർമി രാജശേഖരനെ കാണാൻ പോയി നിൽക്കുമ്പോൾ രാജശേഖരൻ ബർമിയോട് നന്ദി പറയുകയാണ്. അന്നേരം കനകാവതി പറയുന്നു, നിങ്ങളിൽ നിന്നും ഇത്രയും വലിയ ഒരു കാര്യം ആദ്യമായാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളുടെ ദൈവത്തെ തന്നെ നമുക്ക് തരുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയിരുന്നില്ല. അതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയുമ്പോൾ, നിങ്ങളിത് ആദ്യം തന്നെ മര്യാദയ്ക്ക് ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ തരുമായിരുന്നു. അന്നേരം അത് ഞങ്ങൾക്കും അറിയാമായിരുന്നു എന്ന് രാജശേഖരൻ പറയുമ്പോൾ, നിങ്ങൾക്കത് അറിയാമായിരുന്നെങ്കിൽ നിങ്ങളുടെ മകൻ കുലശേഖരൻ ഇപ്പോഴും ഇവിടെ ജീവനോടെ ഉണ്ടായേനെ എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ രാജശേഖരന്റെ മുഖം ഒരൽപ്പം മാറുന്നുണ്ടെങ്കിലും മറ്റൊരു കാര്യം കൂടി ബർമിയോട് ചോദിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ ബർമിക്ക് രാജശേഖരൻ ചോദിക്കാൻ വരുന്നത് എന്താണെന്ന് മനസ്സിലായിരുന്നു. ആ തുറമുഖം തിരിച്ചു തരാൻ അല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾക്ക് തുറമുഖം ആവശ്യമില്ല. ഞങ്ങൾക്ക് അവിടെ കച്ചവടം ചെയ്താൽ മാത്രം മതി. ആ സ്ഥലത്ത് അധികാരം പിടിച്ചെടുക്കാനല്ല ഞങ്ങൾ വന്നത്. ആ തുറമുഖം നിങ്ങൾ തന്നെ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട്, അത് കാന്താരയിലുള്ള ചിലരെ നിങ്ങൾ അടിമയെ പോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. അവരെ വെറുതെ വിടണം. ഞങ്ങളുടെ ആൾക്കാരെ കാന്താരയിലേക്ക് വിട്ടുതരണം എന്ന് പറഞ്ഞപ്പോൾ അതിന് രാജശേഖരൻ സമ്മതിക്കുകയാണ്. അങ്ങനെ ബാങ്ക്രയിൽ കുംഭാഭിഷേകം നടന്നതുകൊണ്ട് അവരും ഹാപ്പിയായി. അതേപോലെ ബാങ്ക്രയിൽ അടിമകളാക്കി വെച്ചിരുന്ന കാന്താരയിലെ ആൾക്കാരെ മോചിപ്പിച്ചപ്പോൾ കാന്താരയിലെ ആൾക്കാർക്കും സന്തോഷമായി. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞു പോവുകയാണ്. അങ്ങനെ അന്ന് രാത്രി രാജശേഖരൻ നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയ പന്നിക്കുഞ്ഞ് ഓടിക്കളിക്കുന്നത് കാണുകയാണ്. മെല്ലെ അതിനെ ഫോളോ ചെയ്ത് പോയപ്പോൾ അവിടെ രാജസദസ്സിൽ സിംഹാസനത്തിൽ മായാരൂപൻ ഇരിക്കുന്നത് കാണുകയാണ്. പെട്ടെന്ന് മായാരൂപൻ രാജശേഖരന്റെ മുന്നിൽ വന്നു നിന്ന്, എടാ ദൈവത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുന്നോ എന്ന് പറഞ്ഞു അലറുമ്പോൾ പെട്ടെന്ന് രാജശേഖരൻ ഒരു സ്വപ്നം കണ്ടതുപോലെ ഞെട്ടി ഉണരുകയാണ്. ഇതേ നേരം കാന്താരയിൽ ആണെങ്കിൽ അവർക്ക് ഉത്സവം പോലെയാണ്. എല്ലാ ഗ്രാമവാസികളും സന്തോഷത്തിലാണുള്ളത്. പെട്ടെന്ന് ബർമിയുടെ മനസ്സിലേക്ക് അവൻ്റെ അമ്മ വരികയും വന്നിട്ട്, എൻ്റെ കൂടെ വാ, നിനക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ബർമിയെ ഒരു കുടിലിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പോകുമ്പോൾ, എടാ
കാന്താരയെ ആരൊക്കെ ആഗ്രഹിക്കുന്നുവോ അവരെ ഒന്നും വിശ്വസിക്കരുത്, അവരൊക്കെ ഭയങ്കര മോശമായ ആൾക്കാരായിരിക്കും എന്ന് പറഞ്ഞ് അമ്മ പെട്ടെന്ന് മാഞ്ഞു പോവുകയും ഇപ്പോൾ നോക്കിയാൽ ബർമിയുള്ളത് മന്ത്രവാദികളുടെ അടുത്താണ്. അവിടെ മന്ത്രവാദികൾ മായാരൂപനെ മരത്തിൽ കെട്ടി നിർത്തി മായാരൂപന്റെ കണ്ണീർ കൊണ്ട് എന്തോ കൂടോത്ര മന്ത്രവാദം പൂജ ഒക്കെ ചെയ്ത് ആ കണ്ണീർ നേരെ ബർമിയുടെ ദേഹത്തേക്ക് തെറിപ്പിക്കുകയാണ്. പെട്ടെന്ന് ബർമി അതൊക്കെ ഒരു സ്വപ്നം പോലെ കണ്ട് ഞെട്ടി ഉണരുന്നത് കാണാം. അതുമാത്രമല്ല, പണ്ട് കുരങ്ങിന്റെ കണ്ണീർ വെച്ച് മന്ത്രവാദ കൂടോത്രം ചെയ്തതുപോലെ ഇപ്പോൾ ഇവിടെ അതേ സംഭവം വീണ്ടും ആവർത്തിക്കുന്നു. മന്ത്രവാദികൾ ചെയ്ത കൂടോത്രം കാരണം ഇവിടെയുള്ള കുട്ടികൾക്കൊക്കെ അസുഖം വന്ന് മരിക്കാനായ അവസ്ഥയിലാവുകയാണ്. നമ്മുടെ ദൈവങ്ങളെയൊക്കെ ആ മന്ത്രവാദികൾ വീണ്ടും അവരുടെ കീഴിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതേ നേരം ബാങ്ക്ര രാജ്യത്ത് നോക്കിയാൽ അവിടെയുള്ള ക്ഷേത്രം അടക്കം മന്ത്രവാദികൾ കയ്യേറി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴാണ് ബർമി ആ കാര്യം ഓർക്കുന്നത്. അവൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നില്ലേ, കാന്താരയെ ആരൊക്കെ ആഗ്രഹിക്കുന്നുവോ അവരെയൊക്കെ വിശ്വസിക്കാൻ പാടില്ല എന്ന്. അന്നേരം അതൊക്കെ ആരാണ് കാന്താരയെ അങ്ങനെ ആഗ്രഹിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു ട്വിസ്റ്റ്. അന്ന് രാജശേഖരന് 2 മക്കളാണ് പിറന്നത്. അതിൽ ഒന്ന് കുലശേഖരനും മറ്റൊന്ന് കനകാവതിയും ആണല്ലോ. എന്നാൽ കനകാവതിയുടെ ജനനം അത്ര സുഖകരമായിരുന്നില്ല. അവൾക്ക് ചെവി കേൾക്കില്ലായിരുന്നു, ശരീരം തളർന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. കാന്താരയിൽ ഉള്ളവരാണ് മന്ത്രവാദികളുടെ ഇനത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് അവൾക്ക് പാല് കൊടുത്തത്. അതിനുശേഷം കുറച്ചു ദിവസം ഞങ്ങൾ എടുത്തു വളർത്താം, പൂർണ്ണമായി സുഖമായ ശേഷം തിരിച്ചു നൽകാം എന്ന് പറഞ്ഞ് ആ മന്ത്രവാദികൾ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയിരുന്നു. അതേപോലെ ബർമിയുടെ കൂടെ കൂട്ടുകൂടിയതും അവനെ പ്രേമിച്ചതും ഒക്കെ ഒരു അഭിനയമായിരുന്നു. കാന്താരയിലെ ദൈവശക്തികളെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ഒരു കെണി മാത്രമായിരുന്നു അവൾക്ക് ബർമിയോടുള്ള പ്രണയം. കാന്താരയുടെ ശക്തി കൈക്കലാക്കാൻ കനകാവതി ആഗ്രഹിച്ചിരുന്നു. അതേപോലെ ബർമി തൊട്ട ആ വെള്ളക്കുതിര ഉണ്ടല്ലോ, അതിനെ വരെ ബർമി അറിയാതെ കനകാവതി വെട്ടിക്കൊന്നിരുന്നു. എന്തൊരു തേപ്പ്! അങ്ങനെ അക്കാര്യങ്ങളൊക്കെ ഇപ്പോൾ ബർമിയുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞു. അതിനാൽ അവൻ കട്ടക്കലിപ്പിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ബാങ്ക്ര രാജ്യത്ത് കനകാവതി ആണെങ്കിൽ സിംഹാസനത്തിൽ ഒരു രാജകുമാരിയെ പോലെ ഇരുന്നിട്ടുണ്ട്. അത് കണ്ട രാജശേഖരൻ, ഇതിനു വേണ്ടിയായിരുന്നു നമ്മൾ ഇത്രയും കാലം കാത്തിരുന്നത്. കാന്താരയിലുള്ള എല്ലാ ദൈവശക്തികളും ഇപ്പോൾ നമ്മുടെ കീഴിലാണ്. ഇനി നമ്മൾ കാന്താരയിലേക്ക് പോകുന്നു. അവിടെയുള്ള ജനങ്ങളെ എല്ലാം കൊന്നൊടുക്കണം. കാരണം എൻ്റെ അച്ഛനെ കിണറ്റിലിട്ട് കൊന്നത് കാന്താരയിൽ ഉള്ളവരാണ്. ആ ഒരു പ്രതികാരം നടപ്പിലാക്കാതെ ഞാൻ അടങ്ങിയിരിക്കില്ല എന്നൊക്കെ രാജശേഖരൻ പറയുകയാണ്. അന്നേരം അവിടേക്ക് മന്ത്രവാദികൾ വന്ന്, അത്രയും പെട്ടെന്നൊന്നും കാന്താരയിലുള്ളവരെ നശിപ്പിക്കാൻ പറ്റില്ല. ബർമിയെ അത്ര പെട്ടെന്ന് കൊല്ലാൻ എന്നെക്കൊണ്ടും നിങ്ങളെക്കൊണ്ടും പറ്റില്ല. അതിന് കനകാവതി വിചാരിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ. എന്തെന്നാൽ കനകാവതി സാധാരണ ഒരു പെണ്ണല്ല, മന്ത്രവാദിനിയുടെ പാൽ കുടിച്ചു വളർന്നവളാണ് എന്നൊക്കെ പറയുകയാണ്. ഇതേ നേരം കാന്താരയിൽ എല്ലാം ചെയ്തത് അവളാണ്. കനകാവതി അവൾ നമ്മളെ കബളിപ്പിച്ച് നമ്മുടെ ദൈവങ്ങളെ കൊണ്ടുപോയി. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വരാൻ കാരണം അവളാണ്. നമ്മൾ കൂടുതൽ ശക്തരായി അവിടത്തേക്ക് പോയി അവരെ ആക്രമിക്കണം. നമ്മുടെ കാവൽ ദൈവങ്ങളെ തിരിച്ച് ഇവിടേക്ക് കൊണ്ടുവരണം എന്ന് എല്ലാവരോടും പറഞ്ഞ് അങ്ങനെ എല്ലാവരും ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറാവുകയാണ്. ഇതേ നേരം ബാങ്ക്രയിൽ കനകാവതി തൻ്റെ അച്ഛനെ രാജശേഖരൻ്റെ ഒരു അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മന്ത്രവാദം ഒക്കെ ചെയ്യുകയാണ്. ബർമിയുടെ അടുത്ത് നിൽക്കുമ്പോൾ അവൻ്റെ പക്കലിൽ നിന്നും തലമുടിയും നഖവും ഒക്കെ അവൻ അറിയാതെ കൈക്കലാക്കിയിരുന്നു. അതൊക്കെ വച്ച് എന്തോ കൂടോത്രം ചെയ്യാൻ തുടങ്ങി. മറ്റേ വശത്ത് കാന്താരയിൽ നിന്നും എല്ലാവരും ഒരു പടയായി ശക്തിയായി ബാങ്ക്ര രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ആർത്തിരമ്പി വരികയാണ്. ബാങ്ക്ര രാജ്യത്തെ പടയാണെങ്കിൽ അമ്പൊക്കെ ചെയ്ത് കാന്താരയിലെ കുറച്ചു പേരെ കൊലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ബർമിയാണെങ്കിൽ ഒരു വശത്ത് മറ്റൊരു കെണി ഒരുക്കിയിരുന്നു. ബാങ്ക്ര രാജ്യത്തിന്റെ ആ മെയിൻ ഗേറ്റ് നിർമ്മിച്ച ആളുണ്ടല്ലോ, അത് ഇവരുടെ കൂടെയാണുള്ളത്. അവനെ വെച്ച് തന്നെ ഇപ്പോൾ ആ ഗേറ്റ് തകർക്കാനുള്ള ആയുധം വലിച്ചെറിയുകയാണ്. തീ രൂപത്തിൽ ഓരോ ഭാഗത്തേക്കും തെറിച്ചു വീഴുമ്പോൾ ആ കോട്ടയുടെ വാതിൽ തകർന്നു പോവുകയാണ്. അന്നേരം ബർമി മരണമാസിൽ ഒരൊറ്റ ചാട്ടം ചാടി നേരെ കോട്ടക്കകത്ത് പ്രവേശിക്കുകയും ചെയ്തു. കനകാവതി ആണെങ്കിൽ അവളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് മന്ത്രവാദം ഒക്കെ ചെയ്ത് രാജശേഖരന്റെ ശക്തി പല മടങ്ങായി വർദ്ധിപ്പിക്കുകയാണ്. അച്ഛൻ മാത്രമല്ല, അവളും വലിയൊരു ശക്തിയായി മാറിക്കഴിഞ്ഞു. ശേഷം ഒരു യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് കനകാവതിയും രാജശേഖരനും വന്ന് ഇറങ്ങി കാന്താരയുടെ ഓരോ പടയാളികളെയും സിമ്പിളായിട്ട് വാൾ കൊണ്ട് വെട്ടി മുന്നോട്ട് പോകുമ്പോൾ അവിടേക്ക് ബർമി എത്തുകയും ബർമിയെ കണ്ട കനകാവതി അച്ഛനോട്, നിങ്ങൾ അവൻ്റെ കാര്യം നോക്കിക്കോ, ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോവുകയാണ്. രാജശേഖരൻ പ്രായമായ ആളാണെന്ന് കരുതി പെട്ടെന്ന് തളർന്നു പോകും എന്ന് നോക്കിയാൽ അങ്ങനെയല്ല. ഒരുപാട് ശക്തികൾ ഇപ്പോൾ രാജശേഖരനിലാണുള്ളത്. ബർമിയും രാജശേഖരനും കൊടൂര പോരാട്ടം. ബർമിയെ ചാമ്പാൻ തുടങ്ങി. ബർമിയുടെ കഥ കഴിഞ്ഞാൽ കാന്താരയുടെ അവസാനമായിരിക്കും. ബർമി അടികൊണ്ട് തീരാനായ അവസ്ഥയിൽ എത്തുമ്പോഴാണ് അവിടേക്ക് മായാരൂപന്റെ എൻട്രി. വന്നിട്ട്, ഈ യുദ്ധത്തിൽ നീ ജയിക്കണമെങ്കിൽ നീ എന്തിനാണ് ജനിച്ചത് എന്ന് കൂടി അറിഞ്ഞിരിക്കണം. അതിന് നീ ആദ്യം കിണറ്റിലേക്ക് തന്നെ പോകണം. അവിടെ പോയാൽ നിനക്ക് ഗംഗാദേവി വഴി കാണിച്ചു തരും എന്ന് പറയുകയും പിന്നെ ഒന്നും നോക്കിയില്ല. ബർമി നേരെ ആ കിണറ്റിലേക്ക് ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി.
തുടങ്ങി. മായാരൂപനാണെങ്കിൽ അവൻ്റെ മുഴുവൻ ശക്തിയുമെടുത്ത് രാജശേഖരനെ അടക്കി നിർത്താൻ ശ്രമിക്കുകയാണ്. എന്നാൽ മായാരൂപൻ പോലും അറിയാതെ രാജശേഖരൻ്റെ പുറകിൽ ആ ശക്തി ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അത് കനകവതിയാണല്ലോ. കത്തിയെടുത്ത് മായാരൂപൻ്റെ നെഞ്ചിലേക്ക് ഒരൊറ്റ കുത്ത്. അതോടെ മായാരൂപൻ അവിടെ വീണ് മായാരൂപൻ്റെ ആത്മാവ് അവിടെ നിന്ന് മാഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ കിണറിൻ്റെ അടുത്തേക്ക് ഓടിയ ബർമി കിണറ്റിൽ ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയ നദിയുണ്ട്. ഗംഗാനദി. അതിലൂടെ ഫോളോ ചെയ്ത് അതിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു അത്ഭുത കാഴ്ച. ആ തുരങ്കത്തിനുള്ളിൽ ഒരു ശിവലിംഗം ഉണ്ട്. അതിലേക്ക് വെള്ളം തുള്ളി തുള്ളിയായി ഉറ്റി വീഴുന്നതും കാണാം. നോക്കിയാൽ അവിടെ ഒരു രാക്ഷസ രൂപം. അത് മറ്റാരുമല്ല, ബ്രഹ്മരക്ഷസ് ആയിരുന്നു. ബർമി അവിടെ അനധികൃതമായി കടന്നു കയറിയതാണെന്ന് കരുതി ബ്രഹ്മരക്ഷസ് ബർമിയെ ആക്രമിക്കാൻ തുടങ്ങി. ആ കൊടൂര ഫൈറ്റിനൊടുവിൽ ബർമി അവശനായി വീഴുകയാണ്. എന്നാൽ പെട്ടെന്ന് ശരീരത്തിലേക്ക് പഞ്ചുരുളി ദൈവം കയറി നിൽക്കുകയാണ്. അതൊന്നും മനസ്സിലാകാത്ത രാക്ഷസൻ അവനെ വീണ്ടും അടിച്ചു തെറിപ്പിക്കുകയാണ്. എന്നാൽ താഴെ വീഴാനായപ്പോൾ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ശിവന്റെ ശൂലത്തിൽ പിടിച്ച് ഒരൊറ്റ നിൽപ്പ്. കണ്ണിൽ തീജ്വാല. ഒരു നാഗം കാലിലൂടെ ചുറ്റി ശരീരത്തിൽ കയറി കഴുത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോഴാണ് ബ്രഹ്മരക്ഷസിന് മനസ്സിലായത് തൻ്റെ മുന്നിലുള്ളത് സാക്ഷാൽ ശിവരൂപം ആണെന്ന്. അതോടെ ഭയന്ന ബ്രഹ്മരക്ഷസ് ഭക്തനെ പോലെ കൈകൂപ്പി പ്രാർത്ഥിച്ചു നിൽക്കുകയാണ്. ശേഷം ദൈവത്തിൻ്റെ ശക്തി ഒരു തീയായി നേരെ ബാങ്ക്ര രാജ്യത്തേക്ക് യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി ബാങ്ക്ര രാജ്യത്തെ പടയാളികളെ ഒക്കെ ചുട്ടരിക്കുകയാണ്. തീയിൽ ദൈവത്തിന്റെ രൂപം കണ്ട് രാജശേഖരനും കനകാവതിയും ഞെട്ടി ഭയത്തിൽ അത്ഭുതം കലർത്തി നിൽക്കുകയാണ്. ദൈവത്തിന്റെ ആ തീയിൽ നിന്നും പുലി ദൈവവും കൂടെ ദൈവം പ്രവേശിച്ച ബർമിയും ഓടി വരുന്നത് കാണാം. അന്നേരം മന്ത്രവാദി എൻ്റെ മകനെ കൊന്ന പുലിയെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പുലിയെ കൊല്ലാനായി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ പുലി ദൈവം ആണെങ്കിൽ മന്ത്രവാദിയെ കടിച്ചു കീറാൻ മുന്നോട്ട് കുതിക്കുമ്പോൾ അതിനു മുൻപേ തന്നെ ബർമി മന്ത്രവാദിയെ കൊലപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം രാജശേഖരനെ കൊല്ലാൻ വരുമ്പോൾ പെട്ടെന്ന് കനകാവതി മുന്നിൽ നിന്നിട്ട് ഞാൻ ആരാണെന്ന് അറിയോ? ഞാൻ ഒരു പെണ്ണാണ്. എന്നെ നിനക്ക് കൊല്ലാൻ പറ്റുമോ? ഞാൻ സൃഷ്ടിയുടെ മൂലകാരണമാണ്. എന്നെ നിനക്ക് കൊല്ലാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ അത് കേട്ടപ്പോൾ ബർമി ആംഗ്യ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. നിന്നെ കൊല്ലാൻ എന്താ പെണ്ണിന്റെ രൂപമാണോ വേണ്ടത്? അതിനെന്താ, നിനക്ക് പറ്റിയ ആളെ ഞാൻ ക്ഷണിക്കാം എന്ന് പറഞ്ഞ് ചാമുണ്ടേശ്വരിയെ വരുത്തുകയാണ്. ചാമുണ്ടേശ്വരി വന്ന് ബർമിയുടെ ശരീരത്തിൽ കയറുകയും അങ്ങനെ കയറിയതും ബർമിയുടെ ഭാവം ഒരു പെണ്ണിന്റെ രീതിയിലേക്ക് മാറാൻ തുടങ്ങി. തീപന്തത്തിലെ കരിഞ്ഞ കരി കണ്ണിലെ കൺമശിയായും അവിടെയുണ്ടായിരുന്ന തുണിയെടുത്ത് ധരിച്ച് തലമുടി അഴിച്ചിടുകയും പെണ്ണിന്റെ വോയിസിൽ സംസാരിക്കാനും തുടങ്ങി. എന്നിട്ട് നീയും പെണ്ണ്, ഇപ്പോൾ ഞാനും പെണ്ണ്. ഇപ്പോൾ ഞാൻ നിന്നെ കൊന്നാലും നീ എന്നെ കൊന്നാലും തെറ്റൊന്നുമില്ല. ഒന്നുകിൽ നന്മ ജയിക്കുന്നു അല്ലെങ്കിൽ തിന്മ ജയിക്കുന്നു. ഇപ്പോൾ നീ വാ, പോരാടാം. അത് കേട്ടപ്പോൾ കനകാവതി വാളും എടുത്ത് കൊല്ലാനായി മുന്നോട്ട് വന്നെങ്കിലും വളരെ സിമ്പിളായി ചാമുണ്ടേശ്വരി അവിടെ അവളെ പിടിച്ച് തൂക്കി നിർത്തി അവളുടെ കഴുത്ത് തിരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് രാജശേഖരനെ പിടിച്ചു നിർത്തി നിലത്തിട്ട് അവൻ്റെ തലയിലേക്ക് ത്രിശൂലം കയറ്റി കൊലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ആ യുദ്ധത്തിൽ കാന്താരയുടെ മക്കൾ ജയിക്കുകയും ചെയ്തു. അതിനുശേഷം കാന്താരയിൽ ദൈവകോല തെയ്യം കെട്ടിയാടാൻ തുടങ്ങി. ദൈവങ്ങളെ ഒക്കെ പ്രതിഷ്ഠിച്ച് അവിടെ അങ്ങനെ ഒരു ഉത്സവം പോലെ നടക്കാൻ തുടങ്ങി. ബർമിയുടെ ശരീരത്തിൽ കയറിയ ദൈവം പറയുന്നു, ഈ കാട് ഇനി നിങ്ങൾ വേണം സംരക്ഷിക്കാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഈ പഞ്ചുരുളി ദൈവം നിങ്ങളുടെ മുന്നിൽ വരും. ആരും വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് പഞ്ചുരുളി ദൈവം കയറിയ ബർമി നേരെ അവിടെയുള്ള ആ കിണറ്റിലേക്ക് ഒരൊറ്റ ചാട്ടം. അങ്ങനെ ഇതുവരെയുള്ള കഥയൊക്കെ ശിവയോട് അയാൾ പറയുകയായിരുന്നു. ഇതാണ് കാന്താരയുടെ ഒരു കഥ. ആ കഥ കേട്ട ശിവ ഇപ്പോൾ ഒരു ചോദ്യം, ഇവിടെ കിണറുണ്ടായി എന്നല്ലേ പറഞ്ഞത്? എന്നാൽ ഇവിടെ ഇപ്പോൾ കിണറൊന്നും കാണുന്നില്ലല്ലോ. ആ കിണർ എവിടെ പോയി? അതെന്താ നമ്മൾക്ക് കാണാൻ പറ്റാത്തത് എന്ന് ചോദിക്കുമ്പോൾ അത് മറ്റൊരു ചരിത്ര കഥയാണ് എന്ന് പറഞ്ഞ് അടുത്ത പാർട്ടിലേക്ക് ഒരു ലീഡ് കൊടുത്ത് ഇതോടെ കാന്താര ദി ലെജൻഡ് ചാപ്റ്റർ 1 ഇവിടെ അവസാനിക്കുകയാണ്. ബൈ ബൈ.